എൻ പാപമേവതിന് ഒരമ്പായിടുന്നറിവ് നിൻ പാദതാരിലെഴും എൻ അൻപാണുമോർവി ഒരിരുമ്പാം മനം ധനുരഹം ഭാവിയാണു വിജയീ. അമ്പാത്തരുന്നു വിജയം പാപപങ്കിലം അഹംഭാനമാകും അതിനാൽ വൻഭാരമാർന്ന തനുവും ഭാനമാമുലകവും ഭാനമാകും അഖിലം. ശ്രീമദ് ശങ്കരപാണി പല്ലവക്കിര ലോലംബമാലോല്ലസൻ മാലാലോല കലാപകാളകബരീ ഭാരാവലി ഭാസുരീ കാരുണ്യാമൃത വാരിരാശിലഹരീ പീയൂഷവർഷാവലി ബാലാംബാം ലളിതാളകാം അനുദിനം ശ്രീഭദ്രകാളീം ഭജേ. ബാലാർക്കായുധ കോടിഭാസുരകിരീട ആമുക്തമുഗ്ധാളക ശ്രേണീ നിന്ദിത വാസികാമരുസരോജ ആകാഞ്ചലോരുശ്രിയം വീണാ വാദന കൗശലാ ശയ ശ്രീയാനന്ദ സന്ദായിനി അംബാം അംബുജലോചനാം അനുദിനം ശ്രീഭദ്രകാളീം ഭജേ ഭജേ. കാളാംഭോദ കളായ കോമളതനു ഛായാശിതി ഭൂതിമ സംഖ്യാനാം ദരിത സ്തനാം ദരലസൻ മാലാകിലൻ മൗക്തിക നാഭി കൂപസരോജ കാന്തി വിലസത് ശാദോദരീ ശാപദീ ദൂരീകുർവയി ദേവി ഘോര ദുരിതം ശ്രീഭദ്രകാളീം ഭജേ കാളീം ഭജേ. ദേവീ പാദ പയോജ പൂജനമിതി ശ്രീഭദ്രകാള്യഷ്ടകം രോഗൗഘാഘ ഘനാനിലായിതമിദം പ്രാതപ്രഗേയ പഠൻ ശ്രേയ ശ്രീ ശിവകീർത്തി സമ്പദമലം സംപ്രാപ്യ സമ്പന്മഹീ ശ്രീദേവീം അനപായിനീം ഗതിമയൻ സോയം സുഖീ വർത്തതേ ശ്രീദേവീം അനപായിനീം ഗതിമയൻ
सोऽयं सुखी वर्तते। सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम्। जय नारायण गुरुप्रिये शिवगिरीश्वरी शारदे चतुरास्याक्षि शरश्चन्द्रमरीचिके या देवी सर्वभूतेषु मातृरूपेण संस्थिता नमस्तस्यै 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 नमो नमः। ഈ പ്രദേശത്തെ ദേവതാ സങ്കല്പത്തെ പ്രണമിക്കുന്നു. കൊച്ചിൻ SNDP ശാഖായോഗം നമ്പർ 9 ശ്രീ മഹേശ്വര ക്ഷേത്രം ചേലക്കാട്ടുകര സംഘടിപ്പിച്ചിരിക്കുന്ന അഷ്ടബന്ധ നവീകരണ കലശത്തിന്റെ ഭാഗമായിട്ട് നടന്നു വരുന്ന സത്സംഗങ്ങളാണ് നടന്നു വരുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹിത്വം വഹിക്കുന്ന മഹത് വ്യക്തികൾക്കും ക്ഷേത്ര ഭരണസമിതിയുടെ അംഗങ്ങൾക്കും മാതൃസമിതി അംഗങ്ങൾക്കും സർവോപരി നമ്മളുടെ ഈ അഷ്ടബന്ധ കലശത്തിന് സാന്നിധ്യം വഹിക്കുന്ന ദൈവജ്ഞർക്കും ഈ സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന വേദിയിലും സദസ്സിലൊക്കെ ഉപവിഷ്ടരായിരിക്കുന്ന ഗുരുഭക്തർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ദേവീ സങ്കല്പം എന്നുള്ളതാണ് ഇവിടെ എനിക്ക് നൽകിയിരിക്കുന്ന വിഷയം. നമ്മൾ ഇന്ന് പുണ്യമായ ഒരു ഈശ്വര സന്നിധിയിൽ ഇരിക്കുമ്പോൾ ശിവനും ശക്തിയും ഒരുമിച്ച് വാഴുന്ന സ്ഥലം, അതുപോലെ തന്നെ ദേവിയുടെ മറ്റൊരു ഭാവമായ ഭദ്രകാളിയും വിഘ്നേശ്വരനും മറ്റുപദേവതകളെല്ലാം കുടികൊള്ളുന്ന പുണ്യമായ ഈ ക്ഷേത്ര സങ്കേതത്തിൽ ഒരുമിച്ചിരിക്കാൻ സാധിക്കുന്നതും പുണ്യമായ കാര്യങ്ങൾ ശ്രവിക്കാൻ സാധിക്കുന്നതുമൊക്കെ നാം ഓരോരുത്തരുടെയും പുണ്യവും സുഹൃതവുമാണ്. കാരണം മനുഷ്യരായി ഈ ലോകത്തേക്ക് ജന്മമെടുത്ത നാം എന്താണ് ഈ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യമെന്നും ഭക്തി എന്താണ്, ഈശ്വരൻ എന്താണ്, ദേവി എന്താണ്, ദേവൻ എന്താണ് എന്നൊക്കെ വ്യക്തമായി അറിഞ്ഞു വേണം ഭക്തി ചെയ്യാനെന്ന് ഭാരതത്തിലേക്ക് വന്ന ഗുരുവര്യന്മാരെല്ലാം നമ്മെ പഠിപ്പിച്ചു. പക്ഷേ കാലം എത്ര കഴിഞ്ഞിട്ടും ബാഹ്യമായ ഭക്തിക്കപ്പുറം എന്താണ് യഥാർത്ഥ ഭക്തി എന്നും ഭക്തിയിലൂടെ ഒരു മനുഷ്യൻ എത്തേണ്ട അനുഭവം എന്താണെന്നും ഇന്നും നമുക്കറിയില്ല. ബാഹ്യമായ സുഖത്തിന്റെ ചട്ടക്കൂടിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന നാം നമ്മുടെ കണ്ണുകളെ അകത്തേക്കൊന്ന് വായിക്കാനോ നമ്മിൽ തെളിഞ്ഞിരിക്കുന്ന ആത്മപ്രകാശത്തെ ഒന്ന് അറിയുവാനോ ഒന്നുമുള്ള അറിവ് നമുക്ക് ഇതുവരെ ആയിട്ടില്ല. അതുകൊണ്ട് ശ്രീനാരായണ മഹാഗുരുവിന്റെ വാക്കുകളെ സ്മരിച്ചുകൊണ്ട് തന്നെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന മഹത് സംഘടനയ്ക്ക് രൂപം കൊടുത്തിട്ട് കുമാരനാശാൻ എന്ന തന്റെ ശിഷ്യന് കൈപ്പടയിൽ എഴുതി നൽകി. ഈശ്വരാരാധന എല്ലാ ഗൃഹങ്ങളിലും ഹൃദയങ്ങളിലും എത്തണം. ക്ഷേത്രങ്ങളിൽ എത്തണം എന്നല്ല ഗുരു പറഞ്ഞ്, എവിടെ എത്തണം? എല്ലാ ഹൃദയങ്ങളിൽ എത്തണം, ഗൃഹത്തിലെത്തണം. ഇവിടുന്ന് പോകുമ്പോൾ ഭക്തി ഇവിടെ ഇട്ടിട്ടല്ല പോകേണ്ടത്, അത് തിരിച്ച്
നമ്മുടെ ജീവിതത്തിൽ ആകമാനം പ്രകാശമാനമാക്കണം. എന്നിട്ട് ഗുരു പറയാണ്, ഈശ്വര ആരാധന പ്രതിപാദകങ്ങളായ ചരിത്രങ്ങളും ശാസ്ത്ര സത്യങ്ങളും, അതായത് ഈശ്വരനെ കുറിച്ചുള്ള ജ്ഞാനം പ്രസംഗിച്ച് ഫലിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ പ്രസംഗിച്ച് പഠിപ്പിക്കുന്നതിന് യോഗ്യരായ പ്രാസംഗികരെ കൊണ്ട് പ്രസംഗങ്ങൾ നടത്തിക്കണം. ശ്രദ്ധയോടെ അതിരുന്ന് കേൾക്കണം. ക്ഷേത്രത്തോടനുബന്ധിച്ച് അതിനുള്ള സജ്ജീകരണം ഒരുക്കണമെന്ന് ഗുരു പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ ഈ സത്യമായതിനെ ഇങ്ങോട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയിലേക്ക് അത് എടുക്കാൻ എവിടെയൊക്കെയോ ഒരു തടസ്സം വരുമ്പോഴാണ് നമ്മുടെ കണ്ണുകൾ അറിയാതെ അടഞ്ഞു പോകുന്നത്, അല്ലേ? പക്ഷേ ശക്തമായ ഒരു അന്ധകരണമുള്ളവൻ തെളിഞ്ഞ മനസ്സോടത് കേൾക്കാൻ സാധിക്കും. നമ്മൾ ഈശ്വര സങ്കേതത്തിലേക്ക് ഉറങ്ങിയാലും ഈ കേൾക്കുന്നതിന്റെ ആ ഒരു ശക്തി ഒരു ബീജമായി വിത്തായി നമ്മൾ കിടക്കും, സംശയമില്ല. ഉറക്കം വന്നോ ഉറങ്ങിക്കോളും. പക്ഷെ എന്നാലും ഈ ദൈവസന്നിധിയിൽ ഇരുന്നത് കേൾക്കാനൊരു ഭാഗ്യം ജഗദീശൻ അനുവദിച്ചത് തന്നെ പുണ്യം. അപ്പൊ പറയാണ്, നിന്നെ വാഴ്ത്താനാവുന്നില്ല, നീ ഈ ഞങ്ങളെ ഇതെല്ലാം കാട്ടി ഭ്രമിപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാറും ബംഗ്ലാവും വീടും സുഖ സൗകര്യങ്ങളും എല്ലാം എന്റെ 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 എന്ന് കരുതി ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം ഈ ശരീരം വിട്ട് പോകുന്നിടം വരെ അതിലേക്ക് കണ്ണു വെച്ചിട്ടാ പോണേ. ഇതൊക്കെ ആരെടുക്കും? ആരൊക്കെ കായം കത്തി കളയോ ദൈവമേ, അല്ലെ? എന്നാ പോലും ഭഗവാൻ കൊളുത്തി വെച്ചിരിക്കുന്ന ഒരു വിളക്കുള്ളിൽ ഉണ്ടെന്നും അതിനെ അറിയണമെന്നും എന്റെ ജീവിതം അതിനു വേണ്ടിയാണെന്നുള്ളതും അറിയില്ല. എന്തിനൊക്കെയോ വേണ്ടി ജീവിക്കുന്നു, എന്തിനൊക്കെയോ വേണ്ടി മറിഞ്ഞു പോകുന്നു, അർത്ഥം അറിയുന്നില്ല ജീവിതത്തിന്റെ. ഇനി കലിയുഗത്തിലേക്ക് അവതരിച്ച കലിയുഗവരദനായ ശ്രീനാരായണ ഗുരുദേവൻ ഋഷീശ്വരന്മാരുടെ ശൃംഖലയിലെ പൊൻകണ്ണിയായി ഈ കലിയുഗത്തിലേക്ക് വന്ന ഗുരു നമ്മളോട് പറഞ്ഞത് ഇതേ ഭാഷ തന്നെ. ദേവീസ്തവം എന്ന കൃതി ഗുരു രചിച്ചു തന്നിട്ടുണ്ട്. അതിൽ പറയാ, തെഴുമേനി നിന്നവയവങ്ങളൂരിന്നു മൊഴിയുന്നതെന്നി മുനികൾക്കുമെന്നമ്പികേ, കഴിവില്ലയൊന്നും അതുകൊണ്ടെനിക്കിന്നു നിൻമൊഴി വന്നു മൗനനിലയായി മുഴങ്ങുന്നിതാ. ഇതുകൊണ്ടു കണ്ടതിലൊരുത്തി നീ എന്നു നീ മതിമണ്ഡലത്തോടു മറുത്തു മറ്റൊന്നിനും കുതികൊണ്ടു ചാടി വലയാതെ കണ്ടങ്ങുവിൻ പദതാരടുത്തു പദമൂന്നി പൊന്നിൻ കൈ. ഒരു മലയാളത്തിലാണ് തന്നത്, സംസ്കൃതത്തിലല്ല. ഭദ്രകാളി ഇഷ്ടമായിട്ട് സംസ്കൃതത്തിൽ തന്നിട്ടുണ്ട്. പക്ഷെ ഗുരു ദേവീസ്തവം രചിച്ച് നമ്മളിപ്പോ പറയാ, അമ്മേ, ഋഷീശ്വരന്മാർക്ക് പോലും ഒരു ഭൗതിക ശരീരത്തിലേക്ക് ഈ ഭൂമിയിലേക്ക് വന്ന ഒരു മുനികൾക്ക് പോലും അമ്മയുടെ ദിവ്യമായ ശരീരത്തെ വർണ്ണിക്കാനാവുന്നില്ല. നിന്റെ സ്വരൂപം എന്തെന്ന് വർണ്ണിക്കാനാവുന്നില്ല മുനികൾക്ക് പോലും. വർണ്ണിക്കാൻ തുടങ്ങുമ്പോൾ എന്റെ മൊഴി മൗന നിലയിലായിട്ട് പോകുന്നു, മൗനത്തിൽ അമർന്നു പോകുന്നു. സത്യത്തെ അനുഭവിച്ച് സത്യമായി മാറിയ പരബ്രഹ്മമായി മാറിയ ഗുരുവിനെ താഴെയാണ് നമ്മൾ ആരാധിക്കുന്ന ഈശ്വര സങ്കല്പങ്ങൾ എന്നറിയണം. അവിടെ ഒരു ചൈതന്യത്തിൽ വെച്ചിട്ടുണ്ട്. വരുമ്പോൾ അവിടേക്കൊന്ന് വന്ന് കൈയൊക്കെ ഒന്ന് തൊഴുത് ആ പാദങ്ങളിലേക്ക് ഒന്ന് നമസ്കരിക്കണം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നിലനിർത്തി തന്നോട് ചേർക്കുന്ന ജഗദീശ്വര ശക്തിയോട് ചേർന്നവരാണ്, അതായി മാറിയവരാണ് മഹാഗുരുക്കന്മാർ എന്ന് നമ്മൾ അറിയണം. വരുമ്പോൾ തന്നെ ഗുരുവിനെ നമസ്കരിച്ചിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ. കാരണം സഗുണമൂർത്തികളാണ് വിഗ്രഹങ്ങളെല്ലാം തന്നെ. ഈ സഗുണം എന്ന് പറയുമ്പോൾ സത്വ രജസ് തമോ ഗുണങ്ങൾ, ഈ ഗുണവും കടന്നവരാണ് ഋഷീശ്വരന്മാർ. ഇതറിയണമെങ്കിൽ നമ്മൾ ആധ്യാത്മികതയിലേക്ക് ഒത്തിരി 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 സഞ്ചരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗുരു കുദ്രോളിയിലെ ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ, കർണാടകയിലെ കുദ്രോളിയിലെ ബില്ലവ സമുദായത്തിന് വേണ്ടി ശിവപ്രതിഷ്ഠ നടത്തി കൊടുത്തപ്പോൾ, ക്ഷേത്രത്തിൽ എല്ലാവർക്കും കയറാനുള്ള ഒരു അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഈശ്വരാരാധന സാധ്യമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിനും അപ്പുറത്ത് നിന്നുകൊണ്ട് എന്റെ ഭഗവാനെ എന്ന് വിളിച്ചൊരു കാലം അധികം വൈകിട്ടില്ല. ഗുരുവിന്റെ 198ാമത് മഹാസമാധിയാണ് നമ്മൾ ആചരിച്ചത്. അധികം വിദൂരമല്ലായിരുന്നു ആ കാലം.
കുതിരോളിയില് ശിവപ്രതിഷ്ഠ നടത്തിയിട്ട് ഇന്ന് അവിടുത്തെ വില്ലൻ സമുദായം എത്ര 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 ഉന്നതമായ ജീവിതത്തിൽ എത്തിയിരിക്കുന്നതെന്നറിയോ? അവരുടെ ശിവക്ഷേത്രത്തിന് മുന്നിൽ ഗുരുവിന്റെ ഒരു വിഗ്രഹമുണ്ട്. അതിലെ 3 കോടിയുടെ രത്നത്തിന്റെ കിരീടം ചാർത്തു ഭഗവാൻ ഗുരുവിന്. നമ്മളിവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ഒരു പുഷ്പം പോലും അവിടെ ഒന്നും കണ്ടില്ല. അപ്പോ അവിടെ ആ 3 കോടിയുടെ കിരീടം വെച്ച് ഗുരുവിന് ഗുരുപൂജ നടത്തി സർവ്വനിവേദ്യങ്ങളും വെച്ചതിന് ശേഷമാണ് ശാന്തി ക്ഷേത്രത്തിലേക്ക് കയറുന്നത്. ജനാർദ്ദനം പൂജാരി പോലെയുള്ള കേന്ദ്രമന്ത്രിമാർ പറയും, ബ്രഹ്മശ്രീ നാരായണ ഗുരുസ്വാമികൾ ഞങ്ങൾക്ക് ശിവപ്രതിഷ്ഠ നടത്തി തന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങൾ കാട്ടിൽ നിന്ന് തേനും വിറകും ശേഖരിക്കുന്ന കാട്ടുവാസികളായി മാറിയേനെ. ഗുരുക്കന്മാർക്ക് നമ്മൾ ജാതി വെച്ചു, മതം വെച്ചു, അവരെ നമ്മൾ വേലി കെട്ടി തിരിച്ചു വെച്ചു. എല്ലാവരും തന്നത് ഒരേ മനസ്സോടെ സ്വീകരിച്ചില്ല നാം. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ദുഃഖത്തിന് ഇന്നും അറുതിയില്ല. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിലുള്ള വിഭാഗീയതകൾ ഈ കലിയുഗത്തിൽ അനുദിനം കൂടി വരുന്നു. മദ്യവും മയക്കുമരുന്നും എന്ന മനുഷ്യ ഹൃദയങ്ങളെ എന്താ പറയാ ആസുര ജന്മത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴൊക്കെ ഈ മഹാഗുരുക്കന്മാരെ നമ്മൾ അറിയാത്തതിന്റെ ഒരു കുഴപ്പം കൂടി നമ്മളിലുണ്ട്. അപ്പൊ ഗുരു ദേവീസ്തവത്തിൽ പറഞ്ഞു വെച്ചതും വർണ്ണിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞതല്ലേ. 8-ാം നൂറ്റാണ്ടും 19-ാം നൂറ്റാണ്ടും തമ്മിൽ എത്ര അന്തരമുണ്ട്. പക്ഷെ അവരനുഭവിച്ച സത്യത്തിന് ഒരേ അനുഭവമല്ലേ ആണ്. എന്റെ ഗുരു പറയാ, അതുകൊണ്ട് ഒരു രൂപത്തെ വെച്ച് തന്നിട്ടുണ്ട്. അത് നീ നിന്റെ പാതാരവിന്ദങ്ങളിൽ എന്റെ മനസ്സ് അർപ്പിച്ചുകൊണ്ട് ഞാൻ കഴിയും അമ്മേ. എന്നെ കുതികൊണ്ടു ചാടി വലയാതെ, അവിടെ ഇവിടേക്ക് ഓടി ഓടി വലയാതെ നിന്റെ പാദങ്ങളിലേക്ക് ഞാൻ എന്നെ ചേർത്ത് വെക്കുന്നു അമ്മേ. നമുക്കിവിടെ ദേവിയില്ലേ, ഭദ്രകാളി ഇല്ലേ ഉണ്ടല്ലേ? അപ്പൊ നമുക്കിവിടെ തൊട്ടടുത്ത് ദേവി ക്ഷേത്രം എവിടെയാവുള്ളേ? തിരുവമ്പാടി അല്ലേ? എവിടെയാണ്? പാറമേക്കാവുണ്ട്, ശിവന്. നമുക്ക് തിരുവമ്പാടി ഉണ്ണിക്കണ്ണനുണ്ട്, ഗുരുവായൂർ കണ്ണനുണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, നമ്മള് ഈ ദൈവങ്ങൾക്ക് ഉച്ചനീചത്വം കൽപ്പിച്ചിട്ടില്ലേ? ദൈവങ്ങൾക്ക് ഉച്ചനീചത്വം കൽപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ? എന്താ മിണ്ടാത്തെ? ഉണ്ട്. മഹാക്ഷേത്രങ്ങളിലെ ദൈവത്തിന് ശക്തിയുണ്ടെന്നും അന്ത്യത്തിരി കത്തിക്കാൻ നിവൃത്തിയില്ലാത്ത ക്ഷേത്രങ്ങൾക്ക് ശക്തിയില്ലെന്നും തിരുവമ്പാടി കണ്ണനെ കണ്ടാൽ പോലെ ഗുരുവായൂർ കണ്ണനെ തന്നെ കാണണം. ഇതൊരു കഷ്ടമാണ്. ജാതീയമായി വേർതിരിവ് വെച്ചതുപോലെ ദൈവങ്ങൾക്ക് പോലും വേർതിരിവ് വെച്ചിട്ടുള്ള ഈ ഓട്ടം ഒന്ന് കുറച്ചാൽ നമ്മൾ സമ്പാദിക്കുന്ന സമ്പത്തുമായി ഈ പുണ്യമായ സങ്കേതത്തിൽ നിക്ഷേപിച്ചിട്ട് കാണാൻ വേണമെങ്കിൽ പൊക്കോ, പക്ഷെ സമ്പത്ത് ഇവിടെ കൊടുക്കുക. ഈ പ്രദേശത്തെ സാംസ്കാരികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരമായ എല്ലാത്തിന്റെയും വളർച്ചയ്ക്ക് ഉപകരിക്കണം. ഇവിടെ നിങ്ങൾ പണിയെടുക്കുന്ന സമ്പത്തിന്റെ ഒരംശം. ദൈവങ്ങൾക്ക് നമ്മുടെ സമ്പത്തൊന്നും വേണ്ട. അപ്പൊ നമ്മളിതാ ഇവിടെ ധാരാളം ദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ നവീകരണ കലശത്തിന്റെ ഭാഗമായി സദ്യ ഒരുക്കുവാൻ നമ്മൾ പണിയെടുത്തതിന്റെ ഒരംശം ഇവിടെ കൊണ്ടുവന്ന് ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ട് അല്ലെ? അത് സമർപ്പിച്ചപ്പോ എന്തായിരുന്നു നമ്മുടെ ഭാവം? എന്റെ പണിയെടുത്ത് ഞാൻ വാങ്ങിച്ചത് വെച്ചേക്കണോ? അതാണോ? അല്ലല്ലേ? പിന്നെ എന്തായിരിക്കണം ഭാവം? എന്റെ അമ്മേ, എന്റെ ഉള്ളിൽ ചേതനയായിരിക്കുന്ന ഈശ്വര നീയല്ലേ? നിന്റെ ശക്തി കൊണ്ടല്ലേ ഞാൻ ജോലി ചെയ്തത്. അതിൽ നിന്ന് സമ്പാദിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നത് നീ തന്നെയാണ്, നിന്റെ തന്നെയാണ് അല്ലേ? ആ ഒരു ഭാവമല്ലേ? അതുണ്ടാവണം. സമർപ്പണമാണ് പദ്ധതി. നമ്മളിവിടെ കൗണ്ടറിൽ ഒരു ചന്ദനത്തിൽ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഭഗവാന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ മുന്നിലേക്ക് വെക്കുമ്പോഴും ഭഗവാനെ ഞാൻ എന്നെയാണ് സമർപ്പിക്കുന്നത്. അത് വെച്ച് എൻ്റെ കൊച്ചിന് ജോലി ഇന്നതാ, എൻ്റെ ഭർത്താവിന് സ്ഥലമാറ്റി ഇന്നതാ, എൻ്റെ വീടിന് ഐശ്വര്യം ഇന്നതാ. 10 പൈസ ഇടുമ്പോൾ ഇങ്ങനെ ഒഴിവേ എന്നെ മാത്രം രക്ഷിക്കുന്നേ. ഇതൊരു സ്വാർത്ഥ. സത്യം പറഞ്ഞാൽ നമുക്ക് മാറി നിന്ന് നമ്മളിങ്ങനെ വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രയോ അജ്ഞത നമുക്ക് ഭക്തിയിലുണ്ട്. നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ചൈതന്യത്തെ ആ പ്രതീകത്തിൽ കാണാൻ നമുക്ക് അറിയില്ല. ഇപ്പൊ ഞാൻ നിൽക്കുമ്പോ എന്നെ ഇങ്ങനത്തെ തള്ളി മരുന്ന് കാണാൻ പറ്റുന്നില്ല.
കണ്ണിന് കാണണമെങ്കിൽ കണ്ണടയ്ക്കുമ്പോൾ ആ പ്രതീകം നിന്നിലേക്ക് തെളിഞ്ഞിരിക്കുന്ന നിന്റെ ബോധത്തിലാണ് നീ അവിടെ പ്രതീക്ഷിച്ച ശിവനെ പോലും കണ്ടത് എന്ന് നമുക്കറിയണമെങ്കിൽ നമ്മൾ ആധ്യാത്മികമായി ഒത്തിരി ഒത്തിരി സഞ്ചരിക്കേണ്ടതുണ്ട്, അല്ലേ? നമ്മുടെ ഉള്ളിലാണ് വെളിവ് വരേണ്ടത്. ഇത് വരാത്തത് കൊണ്ടാണ് നമ്മൾ മൃഗജന്മങ്ങളായി പോകുന്നത്. അതൊക്കെ നമ്മൾ ഇവിടെ വിചാരം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓടരുത് എന്ന് പറഞ്ഞു തരികയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി വലയരുത് എന്ന് പറയാ. എന്നിട്ട് പറയാണ് എന്താ ദേവി മഹാത്മ്യം പറഞ്ഞു, നീ മാത്രമാണ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ? അത് ശ്രീനാരായണ ഗുരുദേവൻ ജനനീ നവരത്ന മഞ്ജരി എന്ന ഒറ്റ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ചൊല്ലിയിട്ടുണ്ടോ? ആരെങ്കിലും ജനനീ നവരത്ന മഞ്ജരി ചൊല്ലിയിട്ടുണ്ടോ? ഇല്ല. ഇനി നിങ്ങൾ ആ കൃതി എടുക്കുക. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മലയാള ഭാഷയിലെ അമ്മയ്ക്ക് അർപ്പിക്കുന്ന 9 രത്നമാകുന്ന പൂങ്കുലകൾ, ഓരോ കൃതി ഓരോ ശ്ലോകവും രത്ന സമാനമാണ്. നിങ്ങൾക്ക് 1000 സഹസ്രനാമങ്ങൾ തേടി പോകണ്ട, 700 ദേവി മഹാത്മ്യ ശ്ലോകം തേടി പോകണ്ട, 100 സൗന്ദര്യലഹരി ശ്ലോകം തേടി പോകണ്ട. അതിൻ്റെ എല്ലാം സത്തെടുത്തിട്ട് ഗുരുദേവൻ തത്വം മാത്രം എടുത്തിട്ട് എന്താണ് ദേവി ഭക്തി, അതിലൂടെ നീ എന്താണ് നേടേണ്ടതെന്ന് ഗുരു നമുക്ക് ജനനീ നവരത്ന മഞ്ജരിയിലൂടെ തന്നിട്ടുണ്ട്. ഒന്നായമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശുതൻ മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിൽ ഒന്നായി വീണുവലയം എന്നാശയം ഗതിപെറും നാദഭൂമിയിലമർന്ന് ആവിരാപടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറും പടികലർന്നാവിടുന്നു ജനനീ. എൻ്റെ അമ്മയെ ഞാൻ എന്നാണ് 4 തലക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി പറഞ്ഞുകൊണ്ട് നമ്മൾ ആരാണെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ദുഃഖക്കടലിൽ വീണത് എന്ന് പറഞ്ഞിരിക്കുക. എന്നിട്ട് പറഞ്ഞത് നീ മാത്രമാണ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് ദേവി മഹാത്മ്യം. ഞാൻ ആദ്യം പറഞ്ഞു 3 കൃതികളുടെയും സത്തെടുത്ത് വെച്ച് ജനനീ നവരത്ന മഞ്ജരി തന്നിരിക്കുന്ന നിങ്ങൾ ആ കൃതി കൊണ്ടുവന്നിട്ട് ഗുരുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒന്ന് വായിക്കുക. പൂ കൊണ്ടുവന്ന പാദങ്ങളിലേക്ക് വെക്കുക. ഭഗവാനെ, സത്യം തെളിയിച്ച് തരണേ ഗുരു, എന്റെ ഈ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് എനിക്കൊരു മോചനം തരണേ ഭഗവാൻ എന്ന് പ്രാർത്ഥിക്കൂ. ഗുരു അതിൽ പറയാ, മീനായതും ഭവതി മാനായതും ജനനി നീനാഗവും നഗകം താനായതും ധരനദീ നാരിയും നരനും ആനാഗവും നരകവും നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ഈ ഞാനായതും ഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും. മീനായത് നീയാണെന്ന്, നമ്മളെല്ലാം ആയത് ദേവിയാണെന്ന് പറയുമ്പോ ആ ഗ്രന്ഥങ്ങളൊക്കെ തൊട്ട് തൊഴുതിട്ട് ഗുരുവിന്റെ സർവ്വ 64 കൃതികളുമുള്ള ഗുരുവിന്റെ സംഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും വല്ല ഡയലന്റ് ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടോന്ന് തന്നെ അറിയില്ല. അത് കാരണം കലിയുഗത്തിലേക്ക് അവതരിച്ച ഗുരു കലിയുഗത്തിലെ സർവ്വ കലികന്മഷങ്ങൾക്കുമുള്ള പരിഹാരം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇനിയൊരു ജന്മം വേണ്ടി വരുമായിരിക്കും നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഗുരു പറയാണ്, മീനായതും ഭവതി, എല്ലാത്തിനെയും ഒന്നായി കണ്ട ഗുരു പറയാ, വെള്ളത്തിൽ നിന്ന് ഒഴുകി നടക്കുന്ന മീനായതും അമ്മേ നീ തന്നെ. മീനിന്റെ ചേതനയായത്, സ്വരൂപമായത്, പ്രകൃതിയായത് നീയാ. മാനായത്, കാട്ടിലൂടെ ഓടി നടക്കുന്ന മാൻപേടയുടെ ചേതനയായിരിക്കുന്നതും നീയാണ്. നാഗം, ഇഴഞ്ഞു സഞ്ചരിക്കുന്ന വിഷജന്തുവായ പാമ്പായിരിക്കുന്നതും നിന്റെ ചേതനയാണ്. പാമ്പായിരിക്കുന്നത്, പാമ്പിന്റെ പ്രകൃതിയായി വന്നു. നഖം, ഇനി ഒരു ചലനശക്തി ഇല്ല എന്നതുപോലെ നിൽക്കുന്ന ശക്തിമത്തരമായ അന്ധകരണമില്ലാത്ത പർവ്വതമായിരിക്കുന്നതും നീയാണ്.
നഖം. ഖഗം, രണ്ട് ചിറകും വിരിച്ച് അനന്തവിഹായസിലൂടെ പറന്നു നടക്കുന്ന പക്ഷിയായതും നിന്റെ ചൈതന്യം തന്നെ. മീനായതും മാനായതും അല്ലെ, പർവ്വതമായതും പക്ഷിയായതും പാമ്പായതും പറയാ. നീ ധരമതീ നാരിയും നരനും എല്ലാത്തിനെയും താങ്ങുന്ന ഈ ഭൂമിയായതും ആ ഭൂമിയിലൂടെ ഒഴുകുന്ന നദിയായതും. നോക്കൂ, നരീ നാരിയും നരനും നാരിയും, സ്ത്രീയും പുരുഷനും. ഇനി നാഗവും നരകവും. ഗുരുവിന്റെ പദപ്രയോഗ ചാതുരി നിർവചനീയമാണ്. അതുപോലെ സ്വർഗവും നരകവും ഒക്കെ ഉണ്ടെങ്കിൽ അതും എല്ലാം നീയാണമ്മേ. എന്നിട്ട് പറയാണ്, ഇതിനെ എല്ലാം അറിയുന്ന ഞാനായതും നാനാവിധ പ്രകൃതി സ്വരൂപത്തിലിരിക്കുന്ന എല്ലാവരുമായി ഭാവം പകർന്നിരിക്കുന്നത് ദൈവശക്തിയായ ദേവിയാണെന്നും ഈ ഞാനായിരിക്കുന്നതും എല്ലാത്തിനെയും അറിയുന്ന ഞാനായതും ദേവിയാണെന്ന് പറയാ. എന്നിട്ട് പറയാ, അഹോ നാടകം നിഖിലവും. നീ നടിക്കുന്ന നാടകമാണ് ഈ ലോകം. നമ്മളൊക്കെ ഒരു നാടകത്തിലെ കഥാപാത്രങ്ങളല്ലേ. എത്ര റോള് നമ്മൾ ആടുന്നുണ്ട്. ഭർത്താവിന്റെ മുമ്പിൽ വരുമ്പോൾ ഒരു റോള്, പിന്നെ മക്കളുടെ മുമ്പിൽ ഒരു റോള്, സഹോദരങ്ങളുടെ മുമ്പിൽ ഒരു റോള്, കൂട്ടുകാരികളുടെ മുമ്പ് അല്ലേ. എത്ര റോള് വെറുതെ ആലോചിച്ച് നോക്കിയേ. പഠിപ്പിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ വേറൊരു മുഖം, മക്കളുടെ മുമ്പിൽ വേറൊരു മുഖം അല്ലേ. അങ്ങനെ 100,000 വേഷങ്ങൾ ആടുന്നു നമ്മൾ. ഒരു കാര്യം പറയാനുള്ളൂ, ആടുന്ന വേഷങ്ങളോട് താതാത്മ്യം വരുന്നു. അപ്പൊ ഭാര്യയായിട്ടിരിക്കുമ്പോ ഞാൻ ഈ ഭാര്യയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ സങ്കടമുള്ളൂ. അതിന്റെ അപ്പുറം ഞാൻ അമ്മയെ നീ തന്നെയാണെന്ന് അറിഞ്ഞ സങ്കടമുണ്ടോ? രാവണ വേഷം കെട്ടിയ രാമൻ നായര് രാവണനായിക്കൊണ്ട് വേദിയിൽ നിറഞ്ഞാടുകയാ. ആടുമ്പോ രാമൻ നായരുടെ വിചാരം എന്താ? ഞാൻ രാവണനാണ്. പക്ഷെ വേഷം അയച്ചു കിട്ടുമ്പോ ആരായി മാറും? പഴയ രാമൻ നായരായിട്ട് തന്നെ മാറൂല്ലേ. അതുപോലെ ഈ വേഷം കെട്ടിയേക്കാണ്. ഈ വേഷം ചേർത്ത് കെട്ടിവെച്ചിരിക്കുന്നത് അമ്മ എന്ന ദിവ്യ സ്വരൂപത്തിലാണ്. ഈ വേഷമൊക്കെ അഴിഞ്ഞു വീഴുമ്പോൾ അകത്തുള്ള സ്വരൂപം ഏതാ? അമ്മേ നീ തന്നെയാണ്. സ്വരൂപം മറന്നു പോകരുത്. ആടുന്ന ഒരേ ഒരു ശക്തി തന്നെയാണ് എല്ലാവരിലും ഇരുന്ന് ആടുന്നത്. ആട്ടക്കാര് മാത്രമാണ് വ്യത്യാസമുള്ളത്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ പറഞ്ഞാല് എല്ലാവരിലും ഇരുന്ന് പ്രകാശിക്കുന്ന ചൈതന്യം ഒന്നാണെന്ന് ഗുരു നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ എന്താ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിൽ ഇരുന്ന് പ്രകാശിക്കുന്നത് ദേവീ ശക്തിയാണെന്ന് അറിയാത്തതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. അതാണ് നമ്മുടെ ദുഃഖത്തിന്റെ കാരണം. ദുഃഖിച്ചു പോകാനുള്ളതല്ല മനുഷ്യ ജന്മം. ഈ ശരീരത്തിന്റെ നിലനിൽപ്പ് പോലും ആ ദേവീ ശക്തിയെ ആശ്രയിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ പുരാണങ്ങൾ വായിക്കുമ്പോൾ ഒത്തിരി അസുരന്മാരെ ദേവി കൊല്ലുന്നില്ലേ? ഒരമ്മച്ചി കഴിഞ്ഞ ദിവസം ദേവി മഹാത്മ്യം കേൾക്കാൻ പോവാണേ. ഞാനൊരു പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് ബസ്സിൽ യാത്ര ചെയ്യുക. എന്നെ അമ്മച്ചോട് ചോദിച്ചപ്പോൾ അമ്മച്ചി പറയാ, ദേവി മഹാത്മ്യം കേൾക്കാൻ പോയി, ഇന്ന് ദാരികനെ കൊല്ലുമായിരുന്നു. ഓ, ആ ദാരികൻ എന്താ വലിയ, അത് അമ്മക്ക് എന്താ മനസ്സിലായെന്ന് ചോദിച്ചു. കുറെ ചോദിച്ചിട്ടും അമ്മ ദാരികൻ എന്താണ്, ദേവി എന്താണ്, എന്താണ് അവിടെ പ്രഭാഷണം ചെയ്തതെന്ന് ചോദിച്ചത് അമ്മയ്ക്കൊന്നും പിടിക്കിട്ടില്ല. എന്റെ ക്ലാസ് കേട്ടിട്ട് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ ഇത് തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ ആയിരിക്കോ? അങ്ങനെ ആവരുത്. ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ഭഗവാനെ, ഞാൻ പറയുന്ന വാക്കുകൾ എല്ലാവരുടെയും ബുദ്ധിയിൽ തെളിയണേ അമ്മേ ദേവി. ആ തെളിച്ച ജീവിതത്തിലേക്ക് ഉണ്ടാകണേ അമ്മേ എന്നൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഓരോ വാക്കുകളും വരുന്നത്. അപ്പോ അമ്മ പറയാ, ഞാനങ്ങ് ഉറങ്ങിപ്പോയി. സദ്യ കഴിക്കാറായപ്പോ എഴുന്നേറ്റ് സദ്യ കഴിച്ച അമ്മ പറയാ, നല്ല പായസമായി. അപ്പൊ എന്തിനാ അമ്മ പോയത് ചോദിച്ചപ്പോ, ആ ലക്ഷ്യം വഴി മറന്ന യാത്രക്കാരാവുകയാണ്. എങ്ങനെയൊക്കെ പോകണമെന്ന് അറിയാതെ ബസ്സിൽ കയറിയിരിക്കുക. അത് സ്റ്റോപ്പ് പറഞ്ഞു കൊടുത്താലല്ലേ അവിടെ ഇറക്കുള്ളൂ അല്ലേ? എന്തിനാ ജനിച്ചു, എവിടെന്ന് വന്നു നീ, എവിടേക്ക് പോണത്, എന്താ ലക്ഷ്യം? കുടുക്കയിൽ കുറച്ച് ചാടുമായിട്ട് അതല്ലേ ലക്ഷ്യം. അതിനപ്പുറം എല്ലാം നേടാനുണ്ടോ? നേടാനുണ്ട്. നമ്മുടെ ഉള്ളിൽ കത്തിച്ച് വെച്ചിരിക്കുന്ന ആത്മവിളക്കിനെ അറിയുക, ആ പ്രകാശത്തെ അറിയുക, ജനിമരണ ചുഴിയിൽ നിന്ന് രക്ഷപ്പെടുക. അതാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. അല്ലെങ്കിൽ ആചാര്യ സ്വാമി പറഞ്ഞ പോലെ പുനരഭിജനനം
പുനരഭിമരണം പുനരഭിജനനീ ജഠരേ ശയനം. എങ്ങനെ പോകല്ലേന്ന് കുരുത്തമ്മൻ പറയണത്. ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ അങ്ങനെ പോകല്ലേ. ഇച്ചിരി നേരം ഒന്ന് ശാന്തമായിട്ട് ആ ബുദ്ധി കൊണ്ട് ഒന്ന് ഇതൊക്കെ കേട്ടെ. ഈ ബുദ്ധിയുടെ അപ്പുറത്തിരുന്ന് ആത്മപ്രകാശം പ്രകാശിക്കുന്നത് ഒന്ന് അറിഞ്ഞേ. ജീവിതത്തിൽ അപ്പം മാറ്റം വരും. കിടന്ന് ഉറക്കം വരും. ശാന്തമായി ഉറങ്ങും. മനസ്സ് ചിന്തകൾ കൊണ്ട് അകത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് ഇച്ചിരി ഉറക്കം വരും. കാരണം എന്റെ മനസ്സിന്റെ മലിനവാസനകൾക്കും ചിന്തകൾക്കും അപ്പുറം എനിക്ക് ആശ്വാസമായിക്കൊണ്ട് ശക്തി പകർന്നുകൊണ്ട് അമ്മേ നീ ഉണ്ടല്ലോ എന്നൊരു ചിന്ത നമ്മളെ ഓർക്കിക്കൊള്ളു. അല്ലെ? നിദ്രാരൂപേണ വർത്തിത. അല്ലെ? നിദ്രയായിട്ട് വർദ്ധിക്കുന്ന അമ്മയല്ലേ? ആണല്ലോ. ശ്രദ്ധയായിട്ട് വർദ്ധിക്കുന്ന അമ്മയല്ലേ? ഞാനിത് പറയുമ്പോ അല്ലെങ്കിൽ എന്റെ ശക്തി അമ്മയുടെ ശക്തി തന്നെയാണ്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ശക്തി ദേവി ശക്തിയാണെങ്കിൽ നാം ഇത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധയായി ദേവി ഉണർന്നാലല്ലേ മനസ്സിലാവുള്ളൂ. ഉണർന്നവരൊക്കെ തലയാട്ടുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. അല്ലെ? അപ്പൊ ദേവി ഉണരണേ, ദേവിയുടെ മുന്നിൽ നമ്മൾ ഇരിക്കുന്നത്. ശരി, ശിവശക്തിയുടെ മുന്നിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആ ശക്തി നമ്മളെ തെളിയിക്കണം. അവർ പറഞ്ഞു വന്നത് ധാരാളം അസുരന്മാരെ ദേവി കൊല്ലുന്നുണ്ട്. എന്താ അതിന്റെ പ്രതീകം? ഏതോ ഒരു പുരാണ കാലഘട്ടത്തിൽ ദേവി പല രൂപങ്ങളായിട്ട് വന്നിട്ട് കുറെ ദുഷ്ടന്മാരായ അസുരന്മാരെയൊക്കെ കൊന്നു. പണ്ട് കുറെ അസുരന്മാരുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ചിന്ത അതിനപ്പുറം എന്തെങ്കിലും അറിയോ നമുക്ക്? എന്തായിരുന്നു ദേവി കൊന്ന അസുരന്മാര്? നിങ്ങളുടെ ഈ നിർവികാരത വളരെയധികം വിഷമം ഉണ്ടാക്കും. കാരണം പറഞ്ഞു വരുന്നത് പുരാണങ്ങളെല്ലാം സിംബോളിക്കാണ്. ഉള്ളി സിംബോളിക്, പ്രതീക ഭാഷ. ദേവന്മാര് പുറത്തല്ല, ദേവി പുറത്തല്ല, അസുരന്മാര് പുറത്തല്ല, എല്ലാം ഇതിലൂടെയാണ്. കുറേ കഥകളൊക്കെ പറഞ്ഞിട്ടേ പരീക്ഷത്തിനോട് ശുഗബ്രഹ്മർഷി പറയുന്നുണ്ട്. കഥാമിമാസ്തേ കഥിയാമുഗീയസം. അത് പറയാം, എൻ്റെ ചിന്തയിലേക്ക് വരുമ്പോൾ പറയാം, ഭാഗത്തെത്തുമ്പോഴൊക്കെ പറയാം കേട്ടോ. ഈ ടോപ്പിക്കിലേക്ക് വരിക, തിരിച്ചു വരിക. ദേവി കൊല്ലുന്ന അസുരന്മാര് ആരാന്ന് ചോദിച്ചാൽ നമ്മളിലേക്ക് നമ്മളിത് സിംബോളിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യം ആരാണ് അസുരൻ? നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ നന്നായി ജീവിക്കണം, നല്ല മനുഷ്യനാണെന്നൊക്കെ ചിന്തയുണ്ട് അല്ലേ? പക്ഷെ ചിലപ്പോൾ നമ്മൾ ചീത്ത മനുഷ്യരായി പോകും. പുറമെ നമ്മൾ നല്ല മനുഷ്യരായി വേഷമൊക്കെ കിട്ടിയിരിക്കും. പക്ഷെ നമ്മളിലുള്ള ആസുരിക വാസനകൾ നമ്മളെ കൊണ്ട് തെറ്റാണെന്ന് അറിയാമെങ്കിലും തെറ്റായ പ്രവൃത്തിയിലേക്ക് നമ്മളെ നയിക്കും. അല്ലെ? അങ്ങനെ നമ്മളിൽ തന്നെയുള്ള ദുഷ്ട സ്വഭാവത്തെയാണ് എന്തെന്ന് പറയാ? അസുരെന്ന് പറയാം. നമ്മളിൽ തന്നെയുള്ള തിന്മയിലേക്ക്, അതായത് നമ്മളുടെ കാമനകളുടെ ഭാഗമായിട്ടും ഒക്കെ നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കർമ്മങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെയാണ് എന്താ പറയാ? അസുരൻ എന്ന് പറയാം. അപ്പൊ അസുരൻ എവിടെയാണെന്ന് പിടികിട്ടിയല്ലോ? ഉള്ളിലാണ്. ഇനി അസുരന്മാർക്ക് ബ്രഹ്മാവ് വരം കൊടുത്തു, അതിന് ശിവൻ വരം കൊടുത്തു. അല്ലെ? ഈ ബ്രഹ്മാവിനെ കൊണ്ട് തോറ്റു. എല്ലാ അസുരന്മാർക്കും വരം കൊടുക്കും. എന്നിട്ട് പിന്നെ തിരിച്ച് ബ്രഹ്മാവ് തന്നെ അതിന് പരിഹാരം ഇടും. അല്ലെ? ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ ബ്രഹ്മാവ് ആരാന്ന് ചോദിച്ചാൽ ഈ ആസുരിക സ്വഭാവം നമ്മളിൽ തന്നെ സഹജമായി കർമ്മവാസനയുടെ ഫലമായി ഉണ്ടായതാണ് എന്നതാണ് ബ്രഹ്മാവ് വരം കൊടുത്തതിന്റെ പ്രതീകം. മനസ്സിലായോ? ബ്രഹ്മാവ് സൃഷ്ടിയല്ലേ ചെയ്യണേ? നമ്മളിലേക്ക് ജന്മനാ ഈ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ബ്രഹ്മാവ് വരം കൊടുക്കുക എന്നുള്ളത് അതിന്റെ പ്രതീകമാണ്. മനസ്സിലായല്ലോ? അപ്പൊ ദുഷ്ട സ്വഭാവമാണ് അസുരന്മാര്. പിന്നെ ബ്രഹ്മാവ് വരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിൽ വാസന നമ്മളിൽ തന്നെ ജനിച്ചപ്പോഴുണ്ട്. പഞ്ചഭൂതങ്ങളെ ചേർത്ത് വെച്ച് ശരീരം ഉണ്ടാക്കി അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ജഗദീശ്വരം വെച്ച് ആ തീ കൊളുത്തിയപ്പോ തന്നെ ആത്മാവ് ഇട്ടപ്പോ തന്നെ എന്തുണ്ട്? ഈ ആസുരീയ വാസന ഉണ്ട്. അത് പുറത്തു വന്നോണ്ടിരിക്കും. അല്ലെ? മനുഷ്യരൂപേണ മൃഗാശ്ചരന്തി. മനുഷ്യന്റെ രൂപവും മൃഗങ്ങളുടെ മനസ്സുമായി സഞ്ചരിക്കുന്ന മനുഷ്യരെ നമുക്ക് ചുറ്റും നമുക്ക് കണ്ടുകൂടെ? ധാരാളം കാണാം.
അവരൊക്കെയാണ് ഈ അസുരന്മാരെ പരിചയപ്പെടുത്തി കൊടുക്കല്ലേ. അപ്പൊ ബ്രഹ്മാവ് വരം കൊടുക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഈ ആസുരിക വാസനകൾ നമ്മളിൽ തന്നെ സഹജമായുണ്ട്. മഹാഭാരതത്തിൽ ദുര്യോധന മഹാരാജാവ് ഒരു അധർമ്മിയായ രാജാവായിട്ടാണ് നമ്മുടെ മുന്നിലുള്ളത് അല്ലെ. പറയുന്നത് ദുര്യോധന പറയുന്നൊരു വാക്കുണ്ട്, ജാനാമി ധർമ്മം നജമേ നിവൃത്തി, ജാനാമ്യധർമ്മം നജമേ നിവൃത്തി, കേനാപി ദേവേന ഹൃദിസ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാ കരോമി. എനിക്ക് എൻ്റെ അമ്മ എനിക്ക് ധർമ്മം എന്തെന്ന് അറിയാം, എന്താണ് ശരിയായ പ്രവൃത്തി എന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് അതുപോലെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. നജമേ പ്രവൃത്തി, സത്യമല്ല ഞാൻ ചെയ്യുന്നത് അറിയാം, പക്ഷെ ചെയ്തു പോകുന്നു അല്ലേ. എല്ലാ പ്രവൃത്തിയിലും അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ചിലപ്പോൾ നമ്മൾ പറയും തെറ്റാണെന്ന് അറിയാം, എന്നാലും ചെയ്യാം അല്ലേ, അറിയാറുണ്ട്. നജമേ നിവൃത്തി, ജാനാമി അധർമ്മം, ഞാൻ ചെയ്യുന്നതൊക്കെ അധർമ്മമാണെന്ന് ദുര്യോധന മഹാരാജാവിന് അറിയാം. പക്ഷേ നജമേ നിവൃത്തി, എനിക്കിത് തിരിച്ചറിയാൻ പറ്റണില്ല. കള്ളുപിടിയന്മാര് കള്ളു കുടിച്ചിട്ട് പറയും തെറ്റാണെന്ന് അറിയാം, പക്ഷെ എനിക്ക് പിന്നെ പോകാൻ തോന്നുന്നു അല്ലേ. ഹൃദയത്തിലിരിക്കുന്ന ഏതോ ഒരു ശക്തി എന്നോട് ചെയ്യാൻ പറയുന്നു, തഥാ കരോമി, ഞാൻ ചെയ്യുന്നു. അങ്ങനെയല്ലേ നമ്മുടെ എല്ലാ അവസ്ഥ അല്ലേ. വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോഴും നമ്മളിൽ ഇരിക്കുന്ന ആസുരിക ഭാവനകളാണ് ഇത് ചെയ്യിക്കുന്നത്. സഹജമായി നമ്മളിലുണ്ട്. അതാണ് ബ്രഹ്മാവ് വരം കൊടുക്കുന്നു എന്നുള്ള പ്രതീതി. ഇനി ബ്രഹ്മാവ് വരം കൊടുക്കുന്നൊക്കെ പറയുമ്പോൾ എന്ത് വരം കൊടുത്തതെന്ന് ചോദിച്ചു പോകരുത് കേട്ടോ. ഇത് എഴുതി വെക്കണം, മനസ്സിലിരുന്ന് പോയിട്ട് കാണിക്കണം. അടുത്തത്, ശിവൻ 3-ാം കണ്ണ് തുറന്ന് ദേവിയെ സൃഷ്ടിച്ചപ്പോൾ ദേവി വന്നാണ് ഈ അസുരന്മാരെയൊക്കെ കൊന്നത് അല്ലെ. എന്താ 3-ാം കണ്ണ് തുറക്കല്? നമ്മളിൽ തന്നെയുള്ള ആ വിവേകത്തിന്റെ ശക്തി, വിവേകമാകുന്ന ശക്തി, ആ വിവേക ശക്തിയിൽ ഉറച്ചു നിൽക്കാനുള്ള നമ്മുടെ കഴിവിനെയാണ് എന്താ പറയാ, ജ്ഞാന കണ്ണുണരുക എന്ന് പറയാ. വിവേകമാകുന്ന ശക്തി നമ്മളിൽ ഉയരുന്നതാണ് ജന്മാന്തര പുണ്യത്തിന്റെയോ കർമ്മത്തിന്റെയോ ഈശ്വര പ്രാർത്ഥനയുടെയോ ജപത്തിന്റെയോ. നമ്മൾ ഇത്രയും നേരം ഈ ഭഗവത് സന്നിധിയിൽ ഇരുന്നില്ലേ, ഒരു ദുഷ്ടചിന്ത നമ്മളിലേക്ക് വരുമ്പോൾ ഭഗവാൻ തന്നെ മാറ്റി തരൂല്ലേ. വേണ്ടാത്തതിലേക്ക് പോകുമ്പോ അപ്പൊ തന്നെ മാറ്റി തരും നമ്മളെ. അപ്പോ ഇങ്ങനെ പറയണം, നമ്മളിലേക്ക് ആ വിവേകത്തിൽ വേണ്ടത് ചെയ്യണം, വേണ്ടാത്തത് ചെയ്യരുതാത്തതാണ് എന്ന ചിന്ത നമ്മളിലേക്ക് ഉറയ്ക്കുന്നതിനെയാണ് 3-ാം കണ്ണ് തുറന്ന് ദേവി പ്രത്യക്ഷമാകുന്നത്. ഇപ്പൊ ഏകദേശം പിടികിട്ടിയോ? അസുരന്മാരാകാ നമ്മളിൽ തന്നെയുള്ള മലിനവാസനകൾ. ബ്രഹ്മാവ് വരം കൊടുക്കുന്നത് എന്താ? സഹജമായി നമ്മളിൽ ഉള്ളതാ അല്ലെ. എന്താ ദേവി കൊല്ലുന്നത്? നമ്മളിലുള്ള വിവേക ശക്തി, ആ ചേതന ഉണർന്ന് അത് തെറ്റാണ്, ചെയ്യരുത് എന്ന വിവേക ശക്തി ഉദിക്കുന്നതാണ് ദേവി വരം കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഈ അസുരന്മാർ ഈ ലോകത്തെ ഇരുട്ടിലാട്ടുന്ന കാഴ്ച നോക്കുക അല്ലെ. ഈശ്വരഭക്തി ഗുരു കലിയുഗത്തിൽ നാമജപങ്ങൾക്കാണ് പ്രാധാന്യമെന്ന് കലിയുഗഭരനായ ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചു. മഹാഗുരുക്കന്മാരെല്ലാം നമ്മെ പഠിപ്പിച്ചു. നാമജപങ്ങൾ മനുഷ്യ മനസ്സിന്റെ ആ കാലുഷ്യത്തെ, ഇരുട്ടിനെ മാറ്റിക്കളയും. അപ്പോ ദേവി ഇവിടെ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ദേവി മഹിഷാസുരനെ കൊല്ലുന്ന കഥ നമ്മൾ പഠിച്ചു അല്ലെ. മഹിഷാസുരനെ കൊല്ലുന്ന കഥ, അതുപോലെ നിരവധി അസുരന്മാരെ കൊല്ലുന്ന കഥയുണ്ട്. ശുംഭന്മാര്, ധൂമ്രലോചനൻ, കൈടവൻ, പിന്നെന്താ മധുകൈടവൻ, ശുംഭൻ, ധൂമ്രലോചനൻ, മഹിഷാസുരൻ, ഭണ്ഡാസുരൻ, ഇങ്ങനെ നിരവധി അസുരന്മാരെ ദേവി കൊല്ലുന്നുണ്ട്. അപ്പൊ ഇവിടെ ദേവി മഹിഷാസുരനെ കൊല്ലുന്നുണ്ട്. മഹിഷാസുരന്റെ തേരാളിയാണ് ദാരികാസുരൻ അല്ലെ. ഇവിടെ നമ്മുടെ ദേവിയുടെ കയ്യിൽ വാളൊക്കെ ഇരിപ്പുണ്ട് അല്ലെ, ഭദ്രകാളിയുടെ അല്ലെ, ദാരികന്റെ ശിരസറുത്ത ദേവി. അപ്പോ മഹിഷാസുരന്റെ തേരാളിയാണ് ദാരികാസുരൻ. അത് ബ്രഹ്മാവിൽ നിന്നും വരം കിട്ടിയിട്ട് ദാരികൻ വല്ലാതെ പ്രശ്നം ഉണ്ടാക്കി. കഥയാണ്. കഥയിലേക്ക് പോയിട്ട് പിന്നെ കഥയിലേക്ക് പോയേക്കരുത്. അപ്പോ നോക്കൂ,
ഇവിടെ അങ്ങനെ വരം കിട്ടിയ ദാരികാസുരൻ ദേവകളെ മുഴുവനും അവർക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. യജ്ഞങ്ങൾ യാഗമൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ശിവന്റെ 3-ാം കണ്ണിൽ നിന്ന് ദേവി ജനിക്കുകയും ദാരികാസുരനെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത്. ഇനി ഈ ദാരികാസുരന്മാരെ നമുക്ക് നമ്മുടെ ഉള്ളിൽ കൊല്ലണ്ടേ? ആ കഥ പ്രതീകം ഞാൻ പറഞ്ഞല്ലോ. അദാമിമാസ്തേ ഹദിയ മഹീയസ വിദായ ലോകേഷു ച യശപ്പരേഷ വിജ്ഞാന വൈരാഗ്യ വിവക്ഷിതാവയം പജോ വിഭൂതിർന്നതുപാരമാർദ്യം. സത്യമല്ല, ഈ കഥ പറഞ്ഞിട്ട് അവസാനം കഥ പറഞ്ഞ ശുഖപത്മശ്രീ പരീക്ഷനോട് പറയും, ഈ കഥ വെറും കഥകളാണ് കേട്ടോ, ഈ കഥയെ പഠിച്ചു പോകരുത്. നമ്മളിപ്പോ കഥയെ പഠിച്ചു പോവുക. ഒരു 2-3 മണിക്കൂർ ക്ലാസ് എടുത്തതിന് ശേഷമേ തത്വമൊക്കെ പഠിച്ചതിന് ശേഷം പറയാ, ഈ ദാരികാസുരനെ ആരൊക്കെ കൊന്ന്? നമ്മളിപ്പോഴും അങ്ങനെ ഈ പാലാഴി കടന്നപ്പോഴേ എന്തൊക്കെ വസ്തുക്കളാ കിട്ടിയേ? പാലാഴി കടയൊക്കെ നമ്മുടെ ഉള്ളിലാണേ. അവിടെ നിന്നാണേ ആത്മതേജസ് തെളിഞ്ഞു വരേണ്ടത്. അപ്പൊ ഇതൊക്കെ പുറത്ത് വെച്ചിരിക്കുന്നതൊക്കെ ഇനി അകത്തേക്ക് കൊണ്ടുവരണം നമ്മള്. അപ്പൊ അങ്ങനെ ഈ പ്രതീകാത്മകമായ കഥ എന്താന്ന് നമുക്ക് നോക്കണം. അപ്പോ അസുരന്മാർ ആരാണെന്ന് അറിയണം. നമ്മളുടെ ഇന്ദ്രിയങ്ങളാണ് അസുരന്മാർ. ഇനി ഇപ്പൊ തന്നെ മറന്നു പോവോ? ഏതൊക്കെ ഇന്ദ്രിയങ്ങളുണ്ട് നമുക്ക്? 5 ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. നിങ്ങളിപ്പോ ഭഗവാനെ കണ്ടു, കണ്ണ് തുറന്നല്ലേ? ആ കണ്ണിന് കാഴ്ച ആരെ കൊടുത്തേ? എവിടുന്നാ വന്നേ? ഉള്ളിൽ കൊളുത്തിയിരിക്കുന്ന ആത്മചൈതന്യത്തിനല്ലേ പ്രകാശം വന്നത് ഭഗവാനെ കാണാൻ, അല്ലേ? അപ്പൊ ആത്മാവിനെയല്ലേ കണ്ടേ, അല്ലേ? സംശയമുണ്ടോ? ഇല്ല. ചെവിയിലൂടെ നിങ്ങൾ നാമജപങ്ങൾ കേൾക്കും, ശാന്തി ചെറിയ മന്ത്രങ്ങൾ ഇപ്പൊ പറയുന്ന ക്ലാസ്സിലൊക്കെ കേൾക്കുന്നു. ഈ കേൾവി എവിടുന്നാ വന്നേ? ആത്മചൈതന്യത്തിൽ നിന്ന് ശക്തി കേൾവിയായി വന്നു. നമ്മൾ അവിടുന്ന് പ്രസാദം കഴിച്ചപ്പോൾ നാവിന് രുചി വന്നു, അല്ലേ? നമ്മളൊരാളെ തൊടുമ്പോൾ സ്പർശശക്തിയായിട്ട് വന്നു. ഇതൊക്കെ ഉള്ളിലുള്ള ചൈതന്യമാണ് ശക്തിയായിട്ട് വരുന്നത്. അപ്പോ ഇന്ദ്രിയങ്ങളെ ഉപനിഷത്തുക്കള് ദേവന്മാരെന്നാണ് വിളിക്കുന്നത്. മനസ്സിലായോ? ഇന്ദ്രിയങ്ങൾക്ക് ഉപനിഷത്ത് സത്യത്തെ സാക്ഷാത്കരിച്ച ഋഷിമാര് ഇന്ദ്രിയങ്ങളെയാണ് ദേവന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ദേവന്മാർ 5 ഇന്ദ്രിയങ്ങളാണെങ്കിൽ ഈ ദേവന്മാരുടെ ഡ്യൂട്ടി എന്താ? ചീത്ത കാഴ്ചകൾ കാണലാണോ? ചീത്ത വർത്തമാനം കേൾക്കണമാണോ? ചീത്ത കാര്യങ്ങൾ രുചിക്കലാണോ? അല്ല. കണ്ണെന്തിനു തന്നു ഭഗവാൻ പറഞ്ഞേ? നാരായണ രൂപം കാണാൻ. നാവെന്തിനു തന്നു ഭഗവാൻ? നാരായണ നാമം ചൊല്ലാൻ. കാതെന്തിനു തന്നു ഭഗവാൻ? നാരായണ നാമം കേൾക്കാൻ. നല്ലത് കേൾക്കാനാണ് ഇന്ദ്രിയങ്ങൾ തന്നത്. ഹരിനാമ കീർത്തനത്തിൽ എന്ത് പറഞ്ഞു എഴുത്തച്ഛൻ? അതൊക്കെ നിങ്ങൾ ഉറക്കെ ചൊല്ലിക്കേ, ഉറക്കെ ചൊല്ലിക്കേ. ശ്രുതികൾ യാതൊന്നു ചെയ്വരതു നാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ നാരായണായ നമഃ. ഞാൻ കാണുന്നതും കേൾക്കുന്നതും എടുക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും എല്ലാമായി നിൽക്കുന്നത് ദൈവമേ നീ തന്നെയാണെന്നാണല്ലേ എന്റെ അർത്ഥം. അപ്പൊ ഈ ഇന്ദ്രിയങ്ങളുടെ ജോലി അകത്ത് കൊളുത്തി വെച്ചിരിക്കുന്ന ആത്മദൈവനെ വണങ്ങലല്ലേ? എന്നിട്ട് അകത്തേക്ക് ആരെങ്കിലും നോക്കാറുണ്ടോ? പുറത്തേക്കല്ലേ നോക്കി സഞ്ചരിച്ച് നടക്കണേ, അല്ലേ? എന്താ അകത്തേക്ക് നോക്കാൻ പറ്റാത്ത? എന്താ ഇവിടെ എല്ലാവരും വരാത്തെ? അകത്തേക്ക് നോക്കാൻ ഇച്ചിരിയൊക്കെ ഇരിക്കാൻ പാടാ. അവിടെ ആവുമ്പോ കണ്ടും കേട്ടും രുചിച്ചും കുറച്ച് ഉറങ്ങിയൊക്കെ ഇരിക്കാം, അല്ലേ? ഇതിന്റെ ഇരുത്തിയേക്കണ ദൈവം, ഒരു സംശയമില്ല. ഇതിന്റെ പുണ്യം അടുത്ത ജന്മത്തിൽ വിത്തായിട്ട് മുളച്ചു വരും. ഇത്തിരി കഷ്ടപ്പെട്ടിരുന്നു, ഒരു സംശയമില്ല. ഓരോ ജന്മത്തിൽ നമ്മൾ ഇച്ചിരി കേട്ടിട്ടുണ്ടേ, അതുകൊണ്ട് ഭഗവാൻ പിടിച്ചിങ്ങനെ ഇരുത്തിയേക്കണം, കേൾപ്പിക്കാം. വീണ്ടും കേൾക്കാൻ സത്യം ഇച്ചിരി ഉറക്കം വരും, ഇച്ചിരി മടിയൊക്കെ വരും. അതൊക്കെ നമ്മളങ്ങ് വിട്ട് കളഞ്ഞേക്കാം. നമ്മളെ കേൾക്കാൻ നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഇത്തിരി സമയം
ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത് ഇതാ അല്ലേ. അപ്പോ അതുപോലെ ഓരോന്നും ഈശ്വരനെ കാണാനും കേൾക്കാനും ഒക്കെ ഇന്ദ്രിയങ്ങൾ തന്നേക്കണേ. ആ ഇന്ദ്രിയങ്ങൾ ആത്മദേവനെ വണങ്ങാൻ നമ്മുടെ ഉള്ളിലുള്ള അസുരന്മാർ സമ്മതിക്കുന്നില്ല. ഇതാണ് അസുരൻ. അപ്പൊ അതിനോട് യുദ്ധം ചെയ്യണം. അകത്തിരുന്ന ദേവിക്ക് അകത്ത് തന്നെയുള്ള അസുരനോട് യുദ്ധം ചെയ്യണം. അപ്പൊ അവർക്ക് തെളിഞ്ഞൊക്കെ വരണ്ട്, ചിരിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ അസുരൻ നമ്മൾ ഇരുന്നു കൊണ്ട് ഈ ആത്മദേവനെ വണങ്ങാതെ പുറത്തേക്ക് നോക്കും, അവിടെ നല്ല കാഴ്ചയുണ്ട്, അവിടെ നല്ലതാ, ടി വി നോക്കിക്കോ, ഇഷ്ടം പോലെ ഉണ്ട്, ഒന്ന് മൊബൈൽ തുറന്ന് ഇങ്ങനെ തോണ്ടി കളിക്കുക, ജന്മം മുഴുവൻ അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാം അല്ലേ. അങ്ങനെ പോകാം, ഇഷ്ടപ്പെട്ട കണ്ട് കേട്ടും മണത്തിൽ രുചിച്ച് ഇങ്ങനെ അപമാനിച്ച് നടക്കാം. പക്ഷേ അങ്ങനെയൊക്കെ നീ നടക്കുമ്പോ നിന്നിലുള്ള ആസുരികമായ വാസനകൾ കൂടി വരുന്നത് കൊണ്ട്, ഭൗതിക വാസനകൾ കൂടി വരുന്നത് കൊണ്ട് ആത്മദേവനെ വണങ്ങാനാകുന്നില്ല. അപ്പൊ അവിടെയാണ് ഈ ആസുരിക ശക്തികളെ നമ്മൾ ജയിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയാം. മനുഷ്യ ശരീരത്തിലിരിക്കുന്ന 10 അസുരന്മാർ ഈ ആത്മദേവനെ വണങ്ങാൻ സമ്മതിക്കുന്നില്ല. ഈ 10 അസുരന്മാരെയാണ് ദേവി കൊല്ലുന്നത്. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ദശഹര എന്ന് പറയും. ദസറ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ദശ 10, ഹര കൊല്ലല്, 10 പേരെ കൊല്ലല്. ഈ 10 പേര് എവിടെ ഇരിക്കണോ? നമ്മുടെ ഉള്ളിൽ. ഇനി ആർക്കും നോക്കാം. ആദ്യം നമുക്ക് മഹിഷാസുരനെ പിടിക്കാം. മഹിഷം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പോത്ത്. പോത്തിന്റെ സ്വഭാവം എന്താ? വിവേകമില്ല. ചെയ്യേണ്ടതെന്ത് ചെയ്യേണ്ടാത്തത് എന്നില്ല. മനുഷ്യനുള്ള മൃഗീയ വാസനകളുള്ള മനുഷ്യരെയാണ് എന്ത് പറയാ? മഹിഷൻ എന്ന് പറയാ. അപ്പൊ നമ്മളിലൊക്കെ മഹിഷാസുരൻ ഉറങ്ങിക്കിടപ്പുണ്ട് അല്ലേ. വേണ്ടതെന്ത്, ചെയ്യേണ്ടതെന്ത്, ചെയ്യേണ്ടാത്തതെന്ത് തിരിച്ചറിവില്ലാത്ത മൃഗസമാനമായ ജീവിതം നയിക്കുന്ന മനുഷ്യരല്ലേ മഹിഷാസുരന്മാര്. ഏതോ നൂറ്റാണ്ട് പുരാണ കാലഘട്ടത്തിൽ വന്ന് മഹിഷാസുരൻ പഠിച്ച നമുക്ക് എന്തെങ്കിലും ഉയർച്ച ഉണ്ടാവുമോ ജീവിതത്തില്? ഇനിയെങ്കിലും ഈ തത്വം ഒന്ന് പഠിച്ച് രക്ഷപ്പെടാൻ നോക്കണം നമ്മൾ. അപ്പോ മഹിഷാസുരനെ കഴിഞ്ഞ ദിവസം കണ്ട് കോടീശ്വരന്മാരായ മക്കള് 85 വയസ്സുള്ള ഒരു പിതാവിനെ ഒരു നേരം ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആളില്ലാതെ മലിന വസ്ത്രധാരിയായി വിശന്ന് വലഞ്ഞു കിടക്കുന്ന ഒരു അച്ഛനെ കണ്ടു. ഇതുപോലെ എത്ര സംഭവങ്ങൾ നമ്മൾ കാണുന്നു. എത്ര മഹിഷാസുരന്മാരെ നമ്മൾ ഈ ലോകത്ത് കാണുന്നു അല്ലേ. ഈ മഹിഷാസുരനെയൊക്കെ കൊല്ലാൻ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തിക്ക്, ചേതനാശക്തിക്ക് സാധിക്കും. അത് ഉണ്ടെന്നറിഞ്ഞാൽ അതിനെ കൊല്ലുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുള്ളൂ. ആദ്യം നമ്മളിലെ മൃഗത്വത്തിനെ നശിപ്പിക്കണം, എന്നിട്ട് നമ്മൾ മനുഷ്യരാകണം, എന്നിട്ട് ഈ മനുഷ്യനെ ഞാൻ ഈശ്വരനാണെന്ന് പറഞ്ഞു പഠിപ്പിക്കണം. സത്യമല്ല. ആദ്യം മൃഗീയത കളയണം, മനുഷ്യനാകണം. ആ മനുഷ്യൻ പിന്നെ നിന്നെ കൊളുത്തി വെച്ചിരിക്കുന്ന ഈശ്വരൻ അംശത്തെ അറിയണം. അത്രയും പണി നമ്മൾ കിടക്കാനുണ്ട്. അപ്പൊ മഹിഷാസുരൻ എവിടെ ഇരിക്കുന്നു മനസ്സിലായല്ലോ. പോത്തിനെ പോലെ വിവേകമില്ലാത്ത ജന്മങ്ങൾ. അടുത്ത ഭണ്ഡാസുരൻ. വഞ്ചന, ചതി, ഹിംസ. ചതിക്കുന്നത്, തോളത്ത് കൈയിട്ട് ആ ജന്മ സുഹൃത്തുക്കളായി നടന്നവരെ പോലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ചതിക്കാൻ മടിയില്ലാത്ത ഭണ്ഡാസുരന്മാരെ നമുക്ക് കാണാം അല്ലേ. വഞ്ചിക്കാനോ ചതിക്കാനോ ഒരു മടിയില്ലാത്തവർ. ഹിംസ ചെയ്യാൻ യാതൊരു മനസ്സാക്ഷിയുമില്ലാതെ ഹിംസ ചെയ്യും. അതായത് പണ്ടൊക്കെ അമ്മയുടെ സ്നേഹത്തിന് പകരം വെക്കാനുള്ള സ്നേഹമില്ലായിരുന്നു അല്ലേ. ഇന്ന് അമ്മയുടെ സ്നേഹം ആരെങ്കിലും പാടി പുകഴ്ത്തുന്നുണ്ടോ? കുറച്ച് പേരൊക്കെ ഉള്ളൂ. കാരണം അമ്മയുടെ സ്തന്യം നുകർന്ന് പലപ്പോഴും എൻ്റെ വാക്കുകളിലൂടെ പല വേദിയിലൂടെ ഒഴുകി എത്തിപ്പോകുന്നതാണ്. പക്ഷെ മനസ്സിൽ നിന്ന് വല്ലാത്ത വേദനിച്ച കുറെ അനുഭവങ്ങളായിരുന്നു കൊണ്ടായിരിക്കാം. അമ്മയുടെ സ്തന്യം നുകർന്നുകൊണ്ടിരിക്കുന്ന ജനിച്ച് അധികമാകാത്ത കുഞ്ഞിനെ കഴുത്ത് നെരിച്ച് കൊല്ലണമെങ്കിൽ അത് മനുഷ്യനാണോ? ഭണ്ഡാസുരനല്ലേ? ആണോ അല്ലയോ? ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ ആ കുഞ്ഞിനെ ഒരു മനുഷ്യ കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിനെ തിരിഞ്ഞു കിടത്താനും അതിനും ഇതിനും പരസഹായില്ലാതെ പറ്റില്ല. ഒരു പാമ്പോ പട്ടിയോ പൂച്ചയൊക്കെ അതിന് ജന്മം കൊടുത്താൽ അപ്പം തന്നെ നടന്നു എഴുന്നേറ്റ് പോകും. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലാണ് ഒന്ന് സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നത് ഒരു കുഞ്ഞിന്?
അത്രയും കണ്ണു നോക്കി വളർത്തിയെടുത്ത് പഠിപ്പിച്ച് വലുതാക്കി എടുക്കുന്ന മാതാപിതാക്കളെ ഒരു നിമിഷം നേരം കൊണ്ട് വെട്ടിക്കൊല്ലാൻ കഴിയില്ല. നമ്മൾ കണ്ടു ഉത്തർപ്രദേശിലെ സ്വന്തം അമ്മയുടെ തല വെട്ടിയെടുത്തിട്ടേ തല തൂക്കി പിടിച്ചു നിൽക്കുക. നമ്മൾ പറഞ്ഞില്ലേ, അതൊക്കെ പഠിക്കേണ്ടത് ഈ മനുഷ്യരുടെ ഇടയിലാണ്. അമ്മയുടെ തല വെട്ടിയെടുത്ത് കൈ പിടിച്ചോണ്ട് നിൽക്കുക. അതിന്റെ ഉത്തർപ്രദേശ് അതിന്റെ 7-ാം ദിവസം, അത് കഴിഞ്ഞ് 7-ാം ദിവസം ഭാര്യയുടെ തല അറുത്തിട്ട് തലയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് വെച്ചിട്ട് കീഴടങ്ങുക. ഈ ഭണ്ഡാസുരനെ ഏതോ പുരാണ കാലത്ത് പഠിച്ച ഭണ്ഡാസുരനെ പഠിച്ചാൽ ഈ ആസുരിക ഭാവം നമ്മളിൽ പോകുമോ അല്ലേ? അപ്പൊ ഭണ്ഡാസുരന്മാർ അകത്താണോ പുറത്താണോ? അകത്താണോ. നമ്മുടെയൊക്കെ ഭാവങ്ങളിലല്ലേ മാറ്റം വരുത്തേണ്ടത്. അവിടെ ഈശ്വര പ്രാർത്ഥന കൊണ്ടും ഈശ്വരാരാധന കൊണ്ടും ഈശ്വര വെളിച്ചം കൊണ്ട് നിറയ്ക്കേണ്ടതല്ലേ? അല്ലേ? ആണ്. ഇനി വരുന്നത് മധു കൈടവൻ. മധു പറഞ്ഞ മദ്യം എന്നർത്ഥം. മദ്യപാനാസക്തിയുമായി ജന്മമെടുക്കുന്നവർ, മദ്യം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ ഒക്കെ കഴിക്കാനുള്ള ഒരുവനുള്ള വാസന, ആ വാസനയുള്ള മനുഷ്യൻ അവനിലിരിക്കുന്ന ആ മൃഗീയ ഭാവമാണ് മധുവസുരൻ. മനസ്സിലായോ? ദേവി മധുവാസുരനെ വധിച്ചേ. ഒരു വികാരവും നമുക്കില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ ഇല്ലേ, ചുറ്റുപാടുകളില്ലേ മധുവസുരന്മാര്? ഇന്ന് ഈ ലോക ജീവിതത്തെ നരകതുല്യമാക്കിക്കൊണ്ട് കുഞ്ഞു കുട്ടികളെ വരെയും ഈ വാസനയിൽ പെടുത്തിക്കൊണ്ട് മധ്വാസുരന്മാരിങ്ങനെ ഈ ലോകം അടക്കി വാണുകൊണ്ടിരിക്കുകയാണ്. കലികാലത്തിന്റെ കൽമഷങ്ങള് നോക്കൂ. അപ്പൊ അവിടെ 3 പ്രാവശ്യം അരുത് എന്ന് പറഞ്ഞൊരു ഋഷീശ്വരനാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്, ബുദ്ധിക്ക് വികലത ഉണ്ടാക്കുന്നതാണ് മദ്യം എന്ന് കലിയുഗത്തിലേക്ക് അവതരിച്ച ഋഷീശ്വരനായ ഗുരു പറഞ്ഞു തന്നു. അപ്പോ നമ്മൾ അറിയേണ്ടത്, ഈ മധുവസുരൻ മദ്യത്തിന്റെയും മറ്റ് രാസലഹരിയുടെയൊക്കെ പേരിൽ ഇന്ന് ഓരോ മനുഷ്യ ഹൃദയങ്ങളിൽ ഈ അസുരൻ വസിക്കുന്നുണ്ട്. അവിടെയൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? നാമജപങ്ങൾ അല്ലെ? നാമജപങ്ങൾ ഉള്ളിലേക്ക് ചെല്ലണം. അതാണ് എഴുത്തച്ഛനെ പോലെ ഗുരുവിന് തൊട്ട് മുമ്പ് വന്ന ഗുരുവാണ് എഴുത്തച്ഛൻ, 17-ാം നൂറ്റാണ്ട്. അതാണ് പറഞ്ഞത്, ഋതുവായ പെണ്ണിന്നു മിരപ്പന്ന് ദാഹകന് പരിതന്നും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനമിതൊരു നാളുമാർക്കും അരുതാത്തതല്ല ഹരിനാരായണായ നമ. പണ്ടൊക്കെ മുത്തശ്ശിമാരുടെ അറിവും ബോധവും ഇല്ലെങ്കിൽ പോലും വിളക്ക് കത്തിച്ച് വെച്ചിരുന്നു. വിളക്ക് കത്തിക്കുന്ന വീടുകൾ പോലും കുറവല്ലേ? വിളക്ക് കത്തിച്ച് വെച്ച് സന്ധ്യാപ്രാർത്ഥന ചൊല്ലി മക്കളെ എന്ന് പറയുമ്പോൾ വന്നിരുന്ന് പ്രാർത്ഥിക്കല്ലേ? കഞ്ഞി കിട്ടാൻ വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കും. കഞ്ഞി കിട്ടില്ല പ്രാർത്ഥിച്ചില്ലെങ്കിൽ അല്ലെ? ഹൃദയം പറയും, പ്രാർത്ഥിക്കാത്തവർക്ക് ഉപ്പിടാത്ത കഞ്ഞി കൊടുക്കണം. അതതിന്റെ അർത്ഥം. കഞ്ഞിക്ക് ഉപ്പില്ലെങ്കിൽ വല്ല രുചിയുണ്ടോ? അതുപോലെ അവരുടെ ജീവിതം, പ്രാർത്ഥനയില്ലാത്തവരുടെ ജീവിതം. മഠത്തിലെ ആശ്രമത്തിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാത്ത ആളുകളുടെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മഹാഗുരു പറയുന്നതാണ്, പ്രാർത്ഥിക്കാത്തവർക്ക് ഉപ്പില്ലാത്ത കഞ്ഞി കൊടുക്കണം അല്ലെ? ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാവും, മണമില്ലാത്ത പുഷ്പം പോലെയാവും നമ്മുടെയൊക്കെ ജീവിതം, പ്രാർത്ഥനയില്ലാത്തവരുടെ ജീവിതം. അതുകൊണ്ടാണ് പ്രധാനം പറഞ്ഞ പോലെ ജാതി വേദവാദി മഹീസുരനാകിലും നാമു കൂടാതെ ജാതന്മാരാകിയ മുഖരേയൊഴിഞ്ഞുള്ള മനുഷ്യർ എണ്ണമറ്റ തിരുനാമങ്ങളുള്ളതിൽ ഒന്നു മാത്രം ഒരിക്കലൊരു ദിനം മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റുള്ളവർക്കു വേണ്ടിയെന്നാകിലും ഏതു ദിക്കിലിരിക്കലും തന്നുവേ നാവുകൊണ്ടിത് ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരവുമെങ്കിലും ചെവി കൊണ്ടിതു കേൾക്കുമെന്നാകിലും ജന്മസായുജ്യം അപ്പോഴേ വന്നു അല്ലേ? നാമജപങ്ങളുടെ പ്രാധാന്യം ഈ ഗുരുക്കന്മാരൊക്കെ നമ്മളോട് പറഞ്ഞു തരികയാണ്. അപ്പൊ മധ്വാസുരൻ എവിടെ ഇരിക്കുന്നു? നമ്മളോട്. ഇനി കൈടവൻ, അത്യാഗ്രഹം.
എന്ത് കിട്ടിയാലും അടങ്ങാത്ത കൈടവൻ നമ്മളിലുണ്ട്. ഇനി ധൂമ്രലോചന, കോപം, പെട്ടെന്ന് കോപിക്കുന്ന സ്വഭാവം, അനങ്ങിയാ മതി കോപം വരും. നിങ്ങൾ പറയും, അങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ അസുരന്മാരകത്തല്ലേ, ഓരോരുത്തരുടെ അകത്തല്ലേ? അത്യാഗ്രഹമുള്ളവരെ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ പേരിട്ടോ, കൈടവൻ വിളിച്ചോ. പിന്നെ ആരാ? ധൂമ്രലോചനൻ. ആരാ? കോപത്തിന്റെ ആള്. ഇനിയുണ്ട്, എന്താ പറയാ, ശുംഭ നിശുംഭന്മാർ, രക്തബീജൻ. രക്തബീജം എന്ന് പറഞ്ഞാൽ മോഷണം, പിടിച്ചുപറി. മോഷണവും പിടിച്ചുപറിയും അതുപോലെ തന്നെ എന്താ പറയാ, ആസുരിക കർമ്മങ്ങൾ ചെയ്യുക. നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഇലത്തൂർ, കോട്ടയത്ത് ഇലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭക്തിയുടെ പേരില് മനുഷ്യനെ കൊന്നിട്ട് ഇപ്പോഴും കേസ് നടക്കുക. അവിടെയൊക്കെ പ്രഭാഷണം, അതിൻ്റെ ഏരിയകളൊക്കെ ഞാൻ പ്രഭാഷണങ്ങൾക്കൊക്കെ പോകാറുള്ള സ്ഥലമാണ്. അധികം 1 വർഷം പോലും ആയിട്ടില്ല. ഭക്തി എന്തെന്നറിയില്ലേ, ഈശ്വരൻ എന്തെന്നറിയില്ലേ. മനുഷ്യനെ കൊന്നിട്ട് മനുഷ്യന്റെ അവയവങ്ങൾ പാകം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നമ്മള് മാംസം കൊണ്ട് വെക്കണ പോലെ വെച്ച് പാകം ചെയ്ത് കഴിക്കുന്ന നരഭോജികളുടെ കാലം വന്നു പോകുന്നത് കലിയുഗം. ആലോചിച്ച് നോക്കൂ. അവിടേക്ക് ഈ ആസുരീക കർമ്മങ്ങളുള്ള രക്തബീജനെ പുരാണങ്ങളിൽ തേടി പോണോ? അസുരനെ വേണ്ട അല്ലെ? രക്തബീജൻ ഉണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. ആക്സിഡന്റ് വന്ന് ഇരുട്ടത്ത് അപകടം പറ്റി കിടക്കുന്ന സ്ത്രീയെ കാമചിന്തയോടുകൂടി നോക്കുമ്പോൾ ആലോചിച്ച് നോക്കൂ. ആശുപത്രിയിലെ ജീവൻ രക്ഷപ്പെടുത്താൻ എത്തിക്കുന്നതിന് പകരം എത്രയോ സംഭവങ്ങൾ നമ്മൾ കാണും. മരിച്ചു കുഴിച്ചു മൂടിയ ശവം എടുത്തിട്ട് ആലോചിച്ച് നോക്കൂ. ഇവിടെയൊക്കെ നമുക്ക് കണ്ടുകൂടെ രക്തബീജന്മാരെയൊക്കെ അല്ലേ? അപ്പൊ ഈ അസുര കർമ്മങ്ങളൊക്കെ, ഈ അസുരന്മാരെ കൊല്ലണമെങ്കിൽ നമ്മളിൽ തന്നെ പ്രകാശിക്കുന്ന ദേവീ ചൈതന്യത്തെ, ചിത് ശക്തിയെ പൂച്ചൊലിപ്പിക്കേണ്ടതുണ്ട്. മണ്ടത്തരം ചെയ്യുന്ന ശുംഭൻ അല്ലെ, പൊങ്ങച്ചം പറയുന്ന നിശുംഭൻ. ചിലർ മണ്ടത്തരെ പറയില്ല എപ്പോഴും, ചിലർ ഒന്നുമില്ലെങ്കിലും പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ? അതുപോലെ തന്നെ എന്താ പറയാ, ചണ്ടമുണ്ടന്മാര്, അമിത കാമം. ഈ കാമത്തിന് വശപ്പെട്ടുകൊണ്ട് പതിച്ചു പോകുന്ന മനുഷ്യനെ നമുക്ക് കാണാം അല്ലേ? എത്ര ആധ്യാത്മികമായ അറിവുണ്ടായിക്കൊള്ളട്ടെ, ഭൗതികമായ അറിവുണ്ടായിക്കൊള്ളട്ടെ, ഈ കാമത്തെ അടക്കാനാവാതെ പതിച്ചു പോകുന്ന ആസുരതുല്യമായ മനുഷ്യരെ നമുക്ക് കാണാം അല്ലേ? കാണും. അപ്പോൾ ചണ്ടനുണ്ട്, മുണ്ടൻ, അലസതയുള്ളവരുണ്ട്. ഈ അസുരന്മാരൊക്കെ എവിടെയുള്ളത്? ഇപ്പൊ അസുരന്മാരാരാ, ദേവി ആരാന്നൊക്കെ ഒരുവിധം മനസ്സിലായല്ലോ. ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിയില് അറിവേ സ്വരൂപമായ ശാരദയെ പ്രതിഷ്ഠിച്ചു. ശിവഗിരി പോയിട്ടുള്ളവരൊന്നും കൈകുട്ടി പോയിട്ടുണ്ട്. ശാരദാ മണ്ഡപത്തിൽ തൊഴിലിട്ടുണ്ടോ? അവിടെ ഗുരു ശാരദയെ പ്രതിഷ്ഠിച്ചത് 1912 തൃശ്ശൂരുകാർ കേൾക്കേണ്ടതാണ്. പ്രതിഷ്ഠിച്ച് തന്നിട്ട് ഗുരു പറഞ്ഞു, ഗുരുവിന്റെ ക്ഷേത്ര സങ്കല്പങ്ങളോട് സംസാരിക്കാൻ പോകുന്നുണ്ടോ വിഷയം. ഗുരു 3 സങ്കല്പം ഗുരുവിനുള്ളത്. 1 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ, പിന്നെ ശാരദാ പ്രതിഷ്ഠ, പിന്നെ 4 അദ്വൈതാശ്രമമാണ്. ഇവിടെ ശാരദാ പ്രതിഷ്ഠ നടത്തിയപ്പോൾ ഗുരുവിന്റെ ക്ഷേത്ര പ്രതിഷ്ഠയിൽ ഗുരു പറയുകയാണ്, നമ്മുടെ ശാരദയ്ക്ക് വെള്ളവും പുഷ്പവും മാത്രം മതി. ഒരു സാമ്പ്രാണി പോലും കത്തിച്ച് അവിടെ മലിനമാക്കണ്ട. ഭക്തനും ദേവിക്കുമിടയിൽ മറ്റൊന്നും വേണ്ട. ദേവി ഗുരുഭാവത്തിൽ അറിവേ സ്വരൂപമായിരിക്കുന്നു. ഭക്തന് അറിവ് നേടാമെന്ന ശിഷ്യ. ഗുരുക്കന്മാർ നമുക്ക് താത്വികമായ അറിവേ പറഞ്ഞു തരുള്ളൂ, അല്ലാതെ പ്രാകൃത ഭക്തിയൊന്നും അവർ പറഞ്ഞു തരില്ല. ഗുരു അവിടെ വെച്ചാണ് 1912 പറഞ്ഞത്, കരിയും വേണ്ട, കരിമരുന്നും വേണ്ട. 2 കരിയും വേണ്ട. നമുക്ക് തൃശ്ശൂരുകാരോട് പറയണ്ടല്ലോ, മഹാപുരുഷന്മാരുടെ, ഋഷീശ്വരന്മാരുടെ വാക്കുകൾ അനുസരിച്ചില്ലെങ്കിൽ കാലമേറെ കഴിയുമ്പോൾ അതിന്റെ ഭവിഷ്യത്തുകൾ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. എത്രയോ ശരീരങ്ങൾ ജഡം ചിന്നിച്ചിതറുന്ന കാഴ്ച നമ്മൾ കണ്ടു അല്ലേ? എന്നാലും മനുഷ്യന്റെ ആർഭാട കമ്പം മാറില്ല, പെട്ടെന്ന് മറന്നു പോകും. ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, നടക്കാവ് ഭഗവതി ക്ഷേത്രം, പുതിയകാവ് ഭഗവതി ക്ഷേത്രം. അവിടെയൊക്കെ നിർത്തി വരുന്നു. ഞാൻ വരുന്ന പൂത്തോട്ട എന്ന സ്ഥലത്തു നിന്നാണ്
ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണ്. സമ്പൽ സമൃദ്ധമായ ഭഗവാന്റെ കാല് കുത്തിയതിനു ശേഷം സമ്പൽ സമൃദ്ധമായ ഏകദേശം 9ഓളം ഉന്നത വിദ്യാഭ്യാസ ലോ കോളേജ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സമ്പന്നരായ മനുഷ്യർ ഒരു ഗുരുവിന്റെ പാദം പതിഞ്ഞതുകൊണ്ടുള്ള പുണ്യം നമുക്ക് അവിടെ കാണാം. അവിടെ ഈ കരിമരുന്നൊക്കെ ഉപേക്ഷിച്ചിട്ട് രഥോത്സവം നടക്കുന്നത്, രഥത്തിലാണ് എഴുന്നള്ളത്ത് വരുന്നത്. ഗുരുവിന്റെ വാക്കുകൾ അനുസരിക്കുകയാണ്. ഉത്സവത്തിനുള്ള ചിലവുകളെല്ലാം കുറച്ച് നിർധനരായ ആർഭാടങ്ങൾ കുറയ്ക്കുക എന്ന ഗുരുവിന്റെ വാക്കനുസരിച്ചുകൊണ്ട് അവിടെ പാർപ്പിടമില്ലാത്ത ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്നു ആ ധനം ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെ സാമൂഹികമായി നന്മ ചെയ്തുകൊണ്ട് ഗുരുവിന്റെ വാക്കുകളൊക്കെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. നമ്മളൊക്കെ ആ മണ്ണിൽ നിന്നും തൊഴുതും അറിഞ്ഞും ഒക്കെ ജീവിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചവരൊക്കെ കൂടിയാണ്. അപ്പോൾ ഈ ശാരദയ്ക്ക് എന്നിട്ട് ഗുരു പറഞ്ഞു, അവിടെ ഉത്സവം വേണ്ട. ഇന്നിപ്പോൾ നമ്മൾ മത്സരിച്ച് ഉത്സവം നടത്താനുള്ള പത്രപ്പാടിലാണോ? നമ്മൾ പണിയെടുക്കുന്ന സമ്പത്ത് മുഴുവനും ആർഭാടങ്ങൾക്കും ആഘോഷങ്ങൾക്കും വേണ്ടി ചെലവഴിക്കരുത് എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, അല്ലേ? അപ്പോൾ ഇവിടെ ഗുരു പറയുകയാണ്, ശിവഗിരിയിലെ ശാരദയുടെ ഉത്സവം അറിവിന്റെ ഉത്സവമായി മാറണം. എന്താ? അനയും അമ്പാരിയും എഴുന്നള്ളത്തും ഒന്നും വേണ്ട. 3 ദിവസവും രാവും പകലും ആളുകളെ വിളിച്ചിരുത്തി ജ്ഞാനയജ്ഞം നടത്തുക. അറിവിന്റെ പല വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അറിവുകൾ കൈമാറ്റം ചെയ്ത് അറിവുള്ള മനുഷ്യരായി മാറിയ അതാണ് ഗുരുവിന്റെ ക്ഷേത്രസങ്കല്പം. എത്ര ശ്രേഷ്ഠമായിരിക്കും! ഇവിടെയും അതല്ലേ ചെയ്യുന്നത്? നമ്മളൊരു നവീകരണ കലശത്തിന്റെ ഭാഗമായിക്കൊണ്ട് എത്രയോ ദിവസവും ഈശ്വരഭക്തിപരമായ കാര്യങ്ങൾ ഇവിടെയുള്ള ജനങ്ങൾ അറിയണമെന്ന് ഇവിടുത്തെ സംഘാടകർ കരുതിക്കൂട്ടിയിരിക്കുന്നത് തന്നെ ആ ഗുരുവിന്റെ ചിന്ത തന്നെയാണ്. അത് ഞാൻ ശ്ലാഘിക്കുകയാണ്, അനുമോദിക്കുകയാണ്. ഈ കേട്ടവർക്കൊക്കെ ഇത്തിരി വെളിച്ചം, കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ചവർക്ക് ഇത്തിരി വെളിച്ചം വന്നിട്ടുണ്ടാവും. അപ്പോൾ പറഞ്ഞു വന്നത് ഈ അസുരന്മാരെ ദേവി കൊല്ലുന്ന കാര്യമാണ് പറഞ്ഞത്. മണ്ണന്തലയില് ദേവി പ്രതിഷ്ഠ നടത്തിയിട്ട് ഗുരുവിന്റെ കൃതികളൊക്കെ അങ്ങനെയാണല്ലോ. ഗുരു പറയാണ്, സാധിക്കും സകലം സമസ്ത ഭുവനങ്ങൾക്കും ഹിതം നൽകി നീ ചേതസിംഗരിക്ക് കൊണ്ടു ജനനീ ചൈതന്യമായെപ്പോഴും. അമ്മേ, നീ ഈ ജനങ്ങൾ ആഗ്രഹിക്കുന്ന സകലതും നീ സാധിച്ചു കൊടുക്കും. കാരണം നീ എല്ലാവരുടെയും ചേതസിൽ ബുദ്ധിയിൽ ചൈതന്യമായിരിക്കില്ലേ എന്ന് പറഞ്ഞു കൊടുക്കുക ഗുരു. പ്രഭാപൂരയാം നിൻ പ്രകാരം നിനച്ചാൽ പ്രകാരം കെടും ഹൃപ്രസാദാലേവർക്കും പ്രസാദിക്കുമെല്ലാവരും തത്പ്രസാദ പ്രയാസം സമസ്തം പ്രയാദീവദൂരം. അമ്മേ, നിന്റെ ചൈതന്യത്തെ അറിഞ്ഞാൽ, പ്രഭാരൂപയായ നിന്റെ പ്രകാരങ്ങളെ, നിന്റെ ആ പ്രകടനങ്ങളെ, നിന്റെ സ്വരൂപത്തെ അറിഞ്ഞാൽ ഈ ചങ്കിലെ വേദന പോകും, ദുഃഖം പോകുന്നു, ദുഃഖം എടുത്തോണ്ട് പോവാമ്മ. സത്യം പറഞ്ഞ് ഭക്തി ചെയ്തില്ലെങ്കിൽ നമ്മൾ എങ്ങും എത്തില്ല. നമ്മുടെ ദുഃഖം മാറില്ല. അതിനാദ്യം അറിയേണ്ടത് ഈശ്വരൻ പുറത്തല്ല അകത്താണെന്ന് ആദ്യം അറിയണം. ആർഭാടങ്ങളും ആഘോഷങ്ങളും ആചാരങ്ങളും ചടങ്ങുകളൊക്കെ നമ്മുടെ ഉള്ളിലെ ആത്മചൈതന്യത്തെ പ്രോജ്വലിപ്പിക്കാനാകണം. നമ്മളെ നടക്കാൻ കൊണ്ട് വെക്കുന്നതെല്ലാം നമ്മളെ ഈശ്വരന് സമർപ്പിക്കുന്നതാകണം. പദചരണങ്ങൾ പ്രദക്ഷിണമാകണം. അന്നം നൈവേദ്യമായിടണം, അല്ലേ? എന്ത് ഞാൻ കഴിക്കുന്നു അത് നൈവേദ്യമാകണം. ഞാൻ എവിടെ നടക്കുന്നു ദൈവമേ അങ്ങേക്കുള്ള പ്രദക്ഷിണമാകണം. അങ്ങനെ ഈശ്വരനെ അറിഞ്ഞ് അനുഭവിക്കാനുള്ളതാണെന്ന് നമുക്കറിയണം. അപ്പൊ പറയാം, അമ്മേ, നിന്നെ അറിഞ്ഞാൽ എല്ലാവർക്കും സങ്കടം മാറും, പ്രഭാരം കെടും ഹൃപ്രസാദാലേവർക്കും ഉള്ളിൽ ആനന്ദം നിറയും. എന്നിട്ട് പ്രയാസം സമസ്തം പ്രയാദീവദൂരം, എല്ലാ സങ്കടങ്ങളും മാറും. കാരണം സങ്കടങ്ങൾ ഉള്ള, കണ്ണീര് കണ്ട, പ്രാർത്ഥിക്കാൻ അവകാശമില്ലാത്ത, പഠിക്കാൻ അവകാശമില്ലാത്ത, നേരായ രീതിയിൽ വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാത്ത കണ്ണീരണിഞ്ഞ മുഖങ്ങളാണ് ഗുരു കണ്ടേക്കുന്നത്. അവരെ ഗുരു അവർക്ക് കൊടുത്തത് ഏറ്റവും ശ്രേഷ്ഠമായത്.
അവരെ ജ്ഞാനത്തിന്റെ പരമകോടിയിൽ എത്തിക്കുന്ന പരമമായ ജ്ഞാനം അവർ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എല്ലാ കൃതികളിലും ദേവീസ്തുതിപരമായ കൃതിയിലും തത്വമാണ്. ദേവീസ്തവത്തിൽ പിന്നെ ഊതു നീ ദേവിയുടെ, നമ്മളിപ്പോ ദേവിയുടെ അടുത്ത് ഊതാൻ പറയണ്ടോ? എന്താ ഊതനെ? മദ്യപിച്ചിട്ടൊന്ന് ഓടിക്കുകയും മദ്യപിച്ചിട്ടുണ്ടോന്ന് അറിയട്ടെ, അങ്ങനെയുള്ള ഊതലല്ല അല്ലേ? എന്താണ്? എന്റെ ആത്മജീവിതത്തെ ഒന്ന് ഊതി തെളിയിക്ക് ദേവിയെന്നാ പ്രാർത്ഥിക്കാൻ കൂടി പഠിപ്പിക്കുന്നത്. ഇടയിൽ എനിക്കിടയിലെന്നു കാണുന്നൊരീ പൊടി കൊണ്ടു മൂടുമുടലിന്നു പൊന്നമ്പികേ, തടവില്ല ഒന്നും അതുകൊണ്ടെനിക്കുന്നു നിൻ ഉടലൊന്നു തന്നിനിയൂതു മാണിക്യമേ. കട ദേവിനെ വിളിച്ചതാ, പ്രസാദിപ്പിക്കുള്ളൂ. എന്റെ മാണിക്യം എങ്ങനെയൊക്കെ ഒന്ന് നിങ്ങൾ ദേവിയോട് പറഞ്ഞു വെക്കേ, എന്റെ മാണിക്യം എങ്ങനെ ഊതി തെളിയിക്ക് എന്ന് വെച്ചാൽ എന്താ? എന്റെ ഈ ശരീരം വെറും പൊടി കൊണ്ട് മൂടിയതാണ്, എടുത്തുകൊണ്ട് വിറകിലേക്കാ വെക്കണത് അല്ലേ? ഇതിനകത്ത് ദേവി ചെയ്തിട്ട് പോയാ കത്തിച്ചു കളയാൻ ഒരു മരം, ഒരു മറ്റെന്ത് സാധനം ഇവിടെ നിൽക്കുന്നു അതുപോലെ ഒന്നും മാത്രം നമ്മുടെ ശരീരം, വിറക് അല്ലേ? രാമൻ പറഞ്ഞ എന്താ? എന്തൊക്കെ വശിച്ചു കഷ്ടിച്ചു പോയിടിലാം, ബിന്ദു പിന്നീറാഴ്ച മഞ്ഞു പോയിടിലാം. പറഞ്ഞില്ലേ? മുഖങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം നഷ്ടമാം ആയുസ്സുമോർക്കിൽ നീ അല്ലേ? വെറും ജഡമായ ശരീരത്തെ താഴെ വിളിച്ചുകൊണ്ട് അതിനെ പൊട്ടുകുത്തി കണ്ണെഴുതി ഫേസ് വാഷ് ചെയ്ത് ബ്യൂട്ടി പാർലറിൽ പോയി അതിനെ എണീക്കാൻ നല്ല ആഭരണം ഉണ്ടാക്കി അതിനെ സഞ്ചരിപ്പിക്കാൻ കാറ് വാങ്ങിച്ചു, അതിന് നോക്കൂ, നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ചെയ്യണല്ല ഈ ശരീരത്തെ പോറ്റാനല്ലേ? അല്ലേ? കാറ് വാങ്ങുന്നതിന് ഈ ശരീരത്തെ സുഖമായിട്ട് പോകണം. ബ്രാൻഡഡ് ചെരുപ്പ് വാങ്ങിയതിനാ? കാലിലിട. ബ്രാൻഡഡ് വസ്ത്രം വാങ്ങിയതിനാ? ഇതിനെ സുഖിപ്പിക്കാനാ. പക്ഷെ ഇതിനകത്തൊരു ചൈതന്യമുണ്ട്. ഈ പൊടി കൊണ്ട് മൂടിയ ഉടൽ ഒന്നുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്റെ പൊന്നമ്പിക, എനിക്കും നിനക്ക് ഇടയിൽ തടസ്സമായി നിൽക്കുന്ന ഈ ശരീരവും ഇപ്പോൾ ഒരു തടസ്സമല്ലെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് എൻ്റെ അമ്മേ, എന്നിലെ ആത്മീയതയൊന്നും ഊതു മാണിക്യമേ. ഇങ്ങനെയൊക്കെ ഈ പ്രാർത്ഥനയൊക്കെ എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കൂ. അതൊക്കെ മലയാള ഭാഷയിൽ ഗുരു നമുക്ക് വളരെ ഭംഗിയായി തന്നിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ സ്തുതികൾ ഓരോന്നും നമ്മളിലെ ആത്മീയതയെ തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ വരുന്നതാണ് ലളിതാ സഹസ്രനാമം അല്ലേ? ശ്രീമാത എങ്ങനെ തുടക്കം ചൊല്ലിയേ? ശ്രീമാത ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്ധ്യത. ഇനി പിടികിട്ട് ഞാൻ പറഞ്ഞു. ചതുർബാഹു സമന്വിത. നിർത്തിക്കോ. ഇനി ഇത് ഇത്ര ഒന്ന് മനസ്സിലായില്ലേ? എന്ത് തെളിയണം നോക്കി ലളിതാ സഹസ്രനാമം. ഇതിന്റെ അർത്ഥം എന്താ? അല്ലയോ ശ്രീമാതാവേ, മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനത്തിലിരിക്കുന്ന അമ്മേ, ചിദഗ്നി കുണ്ഡ സംഭൂത. നീ എവിടുന്ന വന്നേ? ചിത്താകുന്ന അഗ്നിയിൽ നിന്നാണ്, നമ്മുടെ ഉള്ളിൽ നിന്നാ. യാദേവി സർവഭൂതേഷു ചേതനാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ അല്ലേ? അപ്പോ ആ ചിത്താകുന്ന കുണ്ഡത്തിൽ നിന്നാണ്, ആ ജ്ഞാനാഗ്നിയിൽ നിന്നാണ് ദേവി വന്നത്. എങ്ങനെ ദേവി വന്നത്? ഉദ്യത്ഭാനുസഹസ്രാഭ, ഉദിച്ചു വരുന്ന സൂര്യ സഹസ്ര സൂര്യ തുല്യ പ്രഭയോടുകൂടിയാ ഉദിച്ചു വന്നത്. ചതുർബാഹു സമന്വിത, 4 കൈകളോടുകൂടി ദേവി ഉദിച്ചു വന്നത് വേറെ എവിടെന്നെങ്കിലും ആണോ? അല്ല, നമ്മളിൽ നിന്ന് തന്നെയാണ് ദേവി ഉദിച്ചു വന്നത്. അതിന് ഭണ്ഡാസുരനെ വധം പറഞ്ഞുകൊണ്ടാണ് ലളിതാ സഹസ്രനാമം പറയുന്നത്. ഭണ്ഡാസുര വധം. അവിടെ ദേവന്മാരെ അസുരന്മാർ യുദ്ധത്തിൽ തോൽപ്പിച്ചു. ഇപ്പൊ കഥയിലേക്ക് പോകുമ്പോ തത്വത്തിലേക്ക് വന്നോളാം. ഞാൻ പറയുന്ന കഥ നിങ്ങൾ എടുക്കേണ്ട അങ്ങനെ ആയിരിക്കണം. കാരണം നിങ്ങൾ കഥ ഫീഡ് ചെയ്ത് വെച്ചേക്കുന്നവരാ. അതുകൊണ്ട് ഇങ്ങനെ പറയണം. അസുരന്മാരെ മാത്രം തോൽപ്പിക്കുകയല്ല, ദേവന്മാരും തോക്കുന്നുണ്ടല്ലേ? അപ്പൊ ദേവന്മാരെ ആര് തോൽപ്പിച്ചു? അസുരന്മാര് തോൽപ്പിച്ചു. അപ്പൊ അസുരന്മാരെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അസുരന്മാരെ തോൽപ്പിച്ചല്ലേ പറ്റൂ. അതിന് ദേവന്മാർക്ക് താങ്ങാനാവുന്നതിൽ അപ്പുറമായിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്തു?
100 യോജന വിസ്തീർണമുള്ള, ഇതൊക്കെ ലളിതാസഹസ്രനാമമാണ്. 100 യോജന വിസ്തീർണമുള്ള ഹോമകുണ്ഡം തയ്യാറാക്കി അതിലേക്ക് ഹോമദ്രവ്യങ്ങൾ അർപ്പിച്ചു. ദേവി വന്നില്ല. വന്നോ ദേവി? വന്നില്ല. അവസാനം തന്റെ മാംസം പറിച്ചെടുത്ത് മഹാമാംസ ഹോമം നടത്തി. എന്നിട്ട് വന്നോ? വന്നില്ല. അവസാനം ഈ ദേവന്മാരെല്ലാവരും കൂടെ അഗ്നിയിലേക്ക് എടുത്ത്, ഹോമാഗ്നിയിലെടുത്ത് ചാടാൻ തീരുമാനിച്ചു. അപ്പോഴാണ് എന്താ പറഞ്ഞ, ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്ധ്യത. അപ്പൊ എവിടുന്ന് ദേവി മുങ്ങി വന്ന് തന്നെ ഈശ്വരനിലേക്കെടുത്ത് സമർപ്പിച്ചപ്പോഴാണ് ദേവി തെളിഞ്ഞത്. ഒരു കുമ്പളങ്ങ കൊണ്ടുപോയി ദേവിയുടെ മുമ്പിൽ വെച്ചിട്ട് ഇത് ഞാൻ പണിയെടുത്തതാണെന്ന് ചിന്ത വന്ന, കൊടുത്തത് കുറഞ്ഞു പോയതെന്ന് ചിന്ത വന്ന പ്രസാദിക്കോ? നേരത്തെ പറഞ്ഞു പ്രസാദിക്കും എല്ലാവരും പ്രസാദ. അപ്പോ ഇത് കൊടുക്കുമ്പോ അമ്മ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ് എന്നുള്ള ഭാവം, സമർപ്പണമാണ് ഭക്തി. പണ്ടാസുരൻ പിന്നെ വധിക്കുന്ന ഭാഗം ദേവി ഈ ചിദഗ്നികുണ്ഡത്തിൽ നിന്ന് സംഭൂതയായി എന്ന് പറഞ്ഞ എന്താ, നമ്മുടെ ഉള്ളിലെ അഗ്നി കുണ്ഡം തെളിഞ്ഞത് പുറത്തല്ല, അകത്താണ്. ആ ജ്ഞാനാഗ്നിയിൽ നിന്ന് ആര് തെളിഞ്ഞു വന്നു? ദേവി തെളിഞ്ഞു വന്നപ്പോഴാണ് ആ പണ്ടാസുരനെ കൊന്നത്. അപ്പോ ഹോമകുണ്ഡവും അകത്താണ്, പണ്ടാസുരനും അകത്താണ്. മനസ്സിലായല്ലോ? നമ്മളിലൊക്കെയുള്ള ആ ഭണ്ഡാസുരന്മാരെ നശിപ്പിക്കണമെങ്കിൽ നമ്മളിലുള്ള ആത്മീയ ശക്തിയെ പ്രോത്സാഹിപ്പിക്കണം. എന്ത് കേൾക്കുമ്പോഴും തത്വം അറിഞ്ഞിരിക്കണം. ഈ 18 അധ്യായങ്ങൾ ഉപദേശിച്ചതിന് ശേഷം കൃഷ്ണ പരമാത്മാവ് അർജുനോട് പറയുക, നീ എന്നിൽ സർവസമർപ്പണം ചെയ്യാം. ഇവിടെ നാരായണീയ പാരായണമൊക്കെ ചെയ്യുന്നവരല്ലേ, നാരായണീയം ചൊല്ലി ചൊല്ലി ഓരോ ശതകത്തിലും അല്ലെ, 100 ശതകമുണ്ട്. ഓരോ ശതകത്തിന്റെയും അവസാനം അല്ലെ ചൊല്ലുന്നല്ലേ, എന്നെ ഒന്ന് രക്ഷിക്കൂ, എന്റെ ഈ രോഗം ഒന്ന് എടുത്തോണ്ട് പോകും, എന്റെ ഈ ശരീരത്തിന് വേണ്ടിയാ പ്രാർത്ഥിച്ചത് പട്ടികപ്പാട് അല്ലെ. അങ്ങനെ പ്രാർത്ഥിച്ച് ഏകദേശം 97-ാം ശതകം ഇതിലൊക്കെ എത്തുമ്പോ പ്രാർത്ഥിക്കുകയാണ്, ദേഹമോഹം ത്യജ പവനപുരാധീശ യത്പ്രേമഹേതോ ഗേഹേ പുത്രേ കളത്രാദിഷു ച വിരചിതാ ത്വത്പദം വിസ്മരന്തി. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഭക്തിയിലൂടെ ഘട്ടമായി ഒരു മനുഷ്യൻ ഉയർന്ന് ആ ദേവീ പാദങ്ങളിലേക്ക്, ഈശ്വര പാദങ്ങളിലേക്ക് അണയുമ്പോൾ ഞാൻ എന്ത് നൈമിഷികമായ നശ്വരമായ വസ്തുവിന് വേണ്ടിയാ ഇത്ര നാൾ ചോദിച്ചുകൊണ്ടിരുന്നത്? 96 ശതകങ്ങളിൽ ഞാൻ ചോദിച്ച എന്താ? ലോകം പറഞ്ഞു. ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതിന്റെ അവസാനം 2 വരി, ആ ശ്ലോകത്തിന്റെ അവസാനത്തെ 2 വരി പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഈ ശരീരം നായ്ക്കൾ കടിച്ചു കീറിയോ അഗ്നിക്കിരയായി പോകാനുള്ള ഈ ശരീരത്തിന് വേണ്ടിയാണല്ലോ ഞാൻ ഈ ദശകങ്ങളിലെല്ലാം ചോദിച്ചുകൊണ്ടിരുന്നത്. ഉച്ചത്തോടുകൂടി മേ ദേഹമോഹം ത്യജ, ഈ ദേഹത്തിലുള്ള എന്റെ മോഹം ഒന്ന് കളഞ്ഞില്ല. ഇത് പറഞ്ഞ് ഗുരുവായൂരപ്പനോട് നമ്മൾ എന്ത് ചോദിക്കും? എനിക്കിതാ ഒക്കെ ചോദിക്കല്ലേ? ഇതല്ലേ ചോദിക്കുന്നത്. പട്ടേരിപ്പാട് അവസാനം എത്തിയ ആ അനുഭവം, സാന്ദ്രാനന്ദാവബോധാത്മകമനുഭവിതം കാലദേശാവതിഭ്യാം, ദേശത്തിനും കാലത്തിനും അതീതമായ കട്ടിപിടിച്ച ബോധസ്വരൂപനായ സകലവിധമായ രൂപങ്ങൾക്കും അതീതനായ ആ ഈശ്വരനോട് എങ്ങനെയാ നമുക്ക് തുച്ഛമായ, ഭക്ഷിച്ച് വിസർജിച്ച് കളയാവുന്ന വെറും തുച്ഛമായ കാര്യങ്ങൾ ഈശ്വരനോട് ചോദിക്കാൻ പോകുന്നത്? ശ്രേഷ്ഠമായത് ചോദിക്കണം. എൻ്റെ ഈ മനുഷ്യ ജന്മത്തിൻ്റെ എൻ്റെ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കടന്നു പോകണം. ഒടുവിൽ അങ്ങയുടെ പരമപദം പ്രാപിക്കണം. അതിനുള്ളത് ചോദിക്കാനുള്ള ബുദ്ധി നമുക്ക് വേണ്ടേ? നമ്മൾ പട്ടിയായോ പാമ്പായോ പൂച്ചയായോ അല്ലല്ലോ ജനിച്ചത്. അവരായിരുന്നെങ്കിൽ അവർക്ക് എന്താ പറയാ, ജന്മമെടുത്ത് ഭക്ഷിച്ച് വംശവർദ്ധനം നടത്തി ഇവിടെ നിന്ന് ചത്തുപോകാം. മനുഷ്യനതല്ല.
വിശേഷ ബുദ്ധിയുണ്ട്. വിശേഷമായതിനെ ചിന്തിക്കാനുള്ള ഉൾവെളിച്ചമുള്ള ബുദ്ധി തെളിച്ച് ഉണ്ടാകണം. അതിനാണ് നമ്മൾ ദൈവങ്ങളെ ആരാധിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാകണം. അപ്പോൾ സമർപ്പണമാണ് ഭക്തി എന്ന് ലളിതാ സഹസ്രനാമത്തിലെ ഭണ്ഡാസുരപദം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ദേവീ സങ്കല്പത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ എത്ര മണിവരെ പറയാം? കുറച്ചുകൂടി പറയട്ടെ, ഒന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. നമുക്ക് വിശക്കണല്ലോ, കേൾക്കാൻ തയ്യാറാണ്. പക്ഷെ നമുക്കിത് തയ്യാറാണ് ഭഗവാനെ. അപ്പൊ ഇവിടെ കാരണം നമ്മൾ അറിയേണ്ട കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് ദേവിയുടെ ബാഹ്യ രൂപത്തിൽ നമ്മൾ ദേവിയെ എന്തൊക്കെ രൂപത്തിൽ നമ്മൾ ദേവിയെ അറിയുന്നുണ്ട്. ഇനി അതാണ് ടീച്ചറെ ഇപ്പൊ ഇത്ര സംശയങ്ങളുണ്ടല്ലോ. ടീച്ചർ ഇപ്പൊ പറഞ്ഞു ഇത്രയും നേരം ദേവി നമ്മുടെ ഉള്ളിലായിരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പല നാമത്തിൽ പല രൂപത്തിൽ ദേവികളെ ആരാധിക്കുന്നില്ലേ? അതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? നമുക്ക് അറിയണം. അപ്പോ ഇവിടെ ബാഹ്യ രൂപത്തിൽ നമ്മൾ ദേവിയെ ആരാധിക്കുന്ന ആ ദേവി ചൈതന്യം ജഗദീശ്വരന്റെ ശക്തിയാണെന്നുള്ളതൊരു ബേസ്മെന്റ് ആണ്. അവിടുന്ന് പിന്നോട്ട് പോകരുത്. ജഗദീശ്വരന്റെ ശക്തിയാണ് ദേവി. ആ ശക്തി നമ്മളിൽ തന്നെ ഇന്ദ്രിയ ശക്തികളായി ഇരിപ്പുണ്ട്, മനഃശക്തിയായി ഇരിപ്പുണ്ട്. അവിടെ അത് മാറില്ല ആ ജ്ഞാനത്തിന്. ഇനി ആ ദേവിയെ നമ്മൾ ഭദ്രകാളിയായിട്ടും ദുർഗയായിട്ടൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ? ദേവി ഭാഗവതമാണെങ്കിൽ അതിനകത്ത് ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ നൽകുന്ന രൂപമായിട്ട് പറയുന്നുണ്ട്. പിന്നെ നവദുർഗാ സങ്കല്പങ്ങൾ, നവരാത്രി കാലത്ത് നമ്മൾ 9 ഭാവങ്ങളിൽ ദേവിയെ ആരാധിക്കുന്നുണ്ട് അല്ലെ? ഇനി ദശമഹാവിദ്യ 10 മഹാജ്ഞാനങ്ങളായി ദേവിയെ മറ്റൊരു ഭാവത്തിൽ അംഗീകരിക്കുന്നു. അഷ്ടലക്ഷ്മി ഭാവത്തിൽ അംഗീകരിക്കുന്നു അല്ലെ? സപ്തമാതാക്കളായിട്ടും ഒക്കെ ഇങ്ങനെ നമ്മൾ ദേവിയെ പല പല ഭാവങ്ങളിലും രൂപങ്ങളിലൊക്കെ ആരാധിക്കുന്നു. അങ്ങനെ നമ്മൾ ആരാധിക്കുന്ന നമുക്ക് ഈ ദേവീ സങ്കല്പത്തെ, ഈ നവദുർഗാ സങ്കല്പം എന്ത്, ദശമഹാവിദ്യ എന്ത് എന്നൊക്കെ ചെറുതായിട്ടൊന്ന് പറഞ്ഞുകൊണ്ട് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് നവദുർഗാ സങ്കല്പം നോക്കാം. നമ്മള് അതായത് വിദ്യാരംഭത്തോടനുബന്ധിച്ചാണ് നമ്മൾ ദേവിയെ 9 ഭാവങ്ങളിൽ കാണുന്നത് അല്ലെ? മഹിഷാസുരനെ വധിക്കുന്ന സമയത്ത് ദേവി കൈക്കൊണ്ട 9 ഭാവങ്ങൾ, അത് ബാഹ്യം. ഇവിടെ നമ്മൾ തത്വവിചാരം ചെയ്യുന്നത്. ഞാൻ തത്വമല്ലേ പറഞ്ഞിട്ടുള്ളൂ, വെറും കഥകളൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ആ സത്സംഗത്തിൽ പ്രാകൃത ഭക്തിയില്ല, തത്വവിചാരമാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മഹിഷാസുരന്റെ വധത്തോടനുബന്ധിച്ച് ദേവി കൈക്കൊണ്ട 9 ഭാവങ്ങൾ എന്നതിലപ്പുറം ഒരു മനുഷ്യൻ അവന്റെ ആ ആന്തരികമായ ആ ചൈതന്യത്തെ ഘട്ടമായി ഉയർത്തി അവൻ ആ ഈശ്വരീയതയിലേക്ക് ലയിക്കുന്ന ഒരു ഭാവത്തിലേക്ക് എത്തലാണ് ഈ നവദുർഗ സങ്കല്പം. മനസ്സിലായോ? നമ്മൾ നമ്മളിലെ ആത്മീയ ശക്തിയെ പ്രോത്സാഹിപ്പിക്കുക. അതെങ്ങനെയാ ശ്ലോകം തുടങ്ങുന്നത്? പ്രഥമം ശൈലപുത്രീ ദ്വിതീയം ബ്രഹ്മചാരിണി തൃതീയ ചന്ദ്രകണ്ഠേതി കൂഷ്മാണ്ഡേതി ചതുർത്ഥകം പഞ്ചമം സ്കന്ദമാദേതി ഷഷ്ടം കാത്യായനീതി ച സപ്തമം കാളരാത്രീതി മഹാഗൗരീതി ചാഷ്ടകം നവമം സിദ്ധിദാത്രീതി നവദുർഗാ പ്രകീർത്തിത. അല്ലേ? നമുക്ക് ഓരോന്ന് എന്താ നോക്കാം. ഇനി നവരാത്രി കാലത്ത് വെളിയോടെ വേണം പുസ്തകം കൊണ്ടെന്ന് വെച്ച് ആരാധിക്കുമ്പോൾ ശരിയായ ദേവീ സങ്കല്പത്തിൽ വേണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ആദ്യം ശൈലപുത്രി പാർവതി, ഹിമവാന്റെ മകളായ പാർവതി. എങ്ങനെയാണ് പാർവതി എന്ന പേര് വന്നതെന്ന് വെച്ചാല് ഹിമാലയ സാനുക്കളിൽ തപസ്സനുഷ്ഠിക്കുന്ന ഋഷീശ്വരന്മാരുടെ ഉള്ളിൽ തെളിഞ്ഞ ചൈതന്യം എന്ന രീതിയിലാണ് പാർവതി എന്ന പേര് വന്നത്. പാർവതത്തിന്റെ പുത്രി എന്ന് പറഞ്ഞ എന്താ? ഋഷീശ്വരന്മാരുടെ ഉള്ളിൽ തെളിഞ്ഞ ശക്തി. പാർവതി ശിവനെ പ്രാപിക്കുവാൻ, ശിവനെ നേടുവാൻ, ഭർത്താവായി നേടുവാൻ ആഗ്രഹിക്കുന്നു. തീവ്രമായ ആഗ്രഹത്തോടു കൂടിയ തപസ്സനുഷ്ഠിക്കുന്നത് അല്ലെ? അപ്പൊ ശിവൻ ആരാ? ഒരു രൂപാണോ? അല്ല, ജഗദീശ്വരനോട് ചേരാനുള്ള ആഗ്രഹമാണ് പാർവതി. ആ രൂപമാണ് ശൈലപുത്രി. നമ്മൾ എന്താ തുടക്കം തന്നെ പാർവതിയാണ്. ശൈലപുത്രി ആരാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഭാവം എന്താ? എനിക്ക് ആ ജഗദീശ്വരനോട് ചേരണം അല്ലെ? പാർവതി ഭാവത്തിൽ ആദ്യത്തെ ദിവസം നമ്മൾ ആരാധിക്കുന്നു ദ്വിതീയ ബ്രഹ്മചാരിണി. ഈ പാർവതി ഭാവം
കഠിനമായ തപസ്സും ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കുകയാണ്. കാളിദാസനൊക്കെ പാർവതി അനുഷ്ഠിക്കുന്ന തപസ്സിനെ ബാഹ്യമായി ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. തണുപ്പുള്ള സമയത്ത് വെള്ളത്തിൽ, ചൂടുള്ള സമയത്ത് 4 ദിക്കിലും തീയിട്ട് വളരെ നല്ല സുന്ദരിയായ യൗവന ശരീരത്തെ ഇങ്ങനെ ക്ലേശിപ്പിക്കുകയാണ്. കഠിനമായ തപസ് അനുഷ്ഠിക്കുന്നു. എൻ്റെ ലക്ഷ്യം ഈശ്വരപ്രാപ്തിയാണ്. അതിന് ഞാൻ കഠിനമായ തപസ് അനുഷ്ഠിക്കണമെന്ന ചിന്ത. നവരാത്രി കാലഘട്ടങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി എനിക്ക് ഈശ്വര വെളിച്ചം ഇങ്ങനെ ഉണ്ടാകണമെന്ന പ്രാർത്ഥനയോടുകൂടി ആദ്യത്തെ ദിവസം പാർവതിയായിക്കൊണ്ട്, രണ്ടാമത്തെ ദിവസം വ്രതശുദ്ധിയോടെ കഠിനമായ വ്രതത്തോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി ബ്രഹ്മചാരി ഭാവത്തിൽ തൃതീയ ചന്ദ്രഖണ്ഡേതി, ചന്ദ്രനെ മണി, ചന്ദ്രനെ അടയാളത്തിലുള്ള മണി, ഖണ്ഡ എന്ന് പറഞ്ഞ മണി, അത് നെറ്റിയിൽ അണിഞ്ഞിരിക്കുന്ന ദേവീ സ്വരൂപമാണ് ചന്ദ്രഖണ്ഡാദേവി അല്ലെ. അതവിടെ ധീരതയുടെ ചിഹ്നം. സത്യത്തിലേക്ക് അടുക്കണമെങ്കിൽ ധീരനാവണം. 10 പേരെ അടിച്ചിട്ടവനല്ല ധീരൻ. മനസ്സിനെ അടക്കി, ശരീരത്തിന്റെ മോഹങ്ങളെ അടക്കി ആ ആത്മീയതയിലേക്ക് സഞ്ചരിച്ച ഗുരു പറഞ്ഞ പോലെ ധീരനായി സദാസതിഭക്തിയേറ്റ് സത്തോരി മൃദുവായി അമർന്നിടണമെന്ന അപ്പോദേശതകം 100-ാം ശ്ലോകത്തിൽ ഗുരു പറഞ്ഞ പോലെ ആ ധീരത, എന്തെല്ലാം ചിന്തകൾ വന്നാലും അതിനെയൊക്കെ അമർത്തിക്കൊണ്ട് കളഞ്ഞുകൊണ്ട് ധീരതയോടെ ലക്ഷ്യത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രഖണ്ഡാദേവി. പിന്നെ ചതുർത്ഥം, പ്രഥമം ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചതുർത്ഥം സ്കന്ദമാത. ഓർക്കുന്നില്ല. ചതുർത്ഥം സ്കന്ദമാത. ഈ സ്കന്ദമാത എന്ന് പറഞ്ഞ ഒരു അമ്മയിൽ ഉണ്ടാകുന്ന വാത്സല്യം. എപ്പോഴാണ് വാത്സല്യം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഉള്ളിൽ കരുണയും ഉള്ളിൽ ഈശ്വരീയത പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് കാരുണ്യം ഉണ്ടാവുക, ഒരു അമ്മയുടെ വാത്സല്യം ഉണ്ടാവുന്നത്. പിന്നെ അടുത്തത് വരുന്നത് ശ്ലോകം ഓർക്കുന്നുണ്ടോ? പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയ ചന്ദ്രഖണ്ഡേതി. കൂഷ്മാണ്ഡമാണ് ചതുർത്ഥകം അല്ലെ. കൂഷ്മാണ്ഡേതി ചതുർത്ഥകം. അപ്പൊ ഈ ഉറച്ച മനസ്സ് വരുമ്പോഴാണ് ധീരമായി സഞ്ചരിക്കുമ്പോൾ. കൂഷ്മാണ്ഡം എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ എന്നർത്ഥം. അത് മലയാള അർത്ഥം അതാണ്, സംസ്കൃത വേർഡാണത്. വെച്ചാൽ നമ്മളിൽ നിന്നും ഊർജ പ്രസരണം ഉണ്ടാകും. നമ്മുടെ ചൈതന്യം തെളിഞ്ഞു വരും. ഈ തെളിച്ച് നമുക്കുണ്ടാകണം. പഞ്ചമം സ്കന്ധമാദേവി. 5ാമത് ഈ ഊർജം ഉണ്ടാകുമ്പോൾ നമുക്ക് വാത്സല്യം നമ്മളിലേക്ക് ഇങ്ങനെ കവിഞ്ഞൊഴുകും. എല്ലാവരോടും ഒരു വാത്സല്യ സ്നേഹം വരും. പക നമ്മളിൽ നിന്ന് പോകും. എത്ര ശത്രുതയുള്ളവരോടും നമുക്കൊരു കരുണയുടെ നേരെ നോക്കി ഒന്ന് ചിരിക്കാൻ പറ്റും. അപ്പോൾ ഷഷ്ടം കാത്യായനീതിജ, ധർമാധർമ്മങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും ഉള്ള ഒരു ധർമ്മത്തിനെ രക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ലക്ഷ്യം നമ്മളിലേക്ക് വന്നു. ധർമ്മത്തിനെ രക്ഷിക്കാനുള്ള ഒരു ഭാവം വരും. ആസുരിക ഭാവത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ധർമ്മത്തിലേക്ക് സഞ്ചരിക്കുന്നു. പിന്നെ കാളരാത്രി ഭാവം നമ്മളിൽ ഇരുട്ടിനെ മൊത്തം കളയുന്നു. പിന്നെന്താ അവസാനം ഓരോ ഭാവത്തിലൂടെ എത്തി സപ്തമം സിദ്ധിദാത്രി. സിദ്ധിദാത്രി എന്ന് പറഞ്ഞ എല്ലാ കരികർമ്മഷങ്ങളും മാറിയിട്ട് ആ സിദ്ധിയിലേക്ക്, പരമാത്മ സ്വരൂപിണിയായ ദേവിയിലേക്ക് നമ്മൾ എത്തും. ലളിതാ സഹസ്രനാമം 1000 സഹസ്രനാമങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ 1000 സഹസ്രനാമങ്ങളുടെയും പൊരുള് അവസാന ശ്ലോകങ്ങളിൽ വരുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓ ബ്രഹ്മാത്മൈക്യ സ്വരൂപിണേ നമഃ. ഞാനും ദേവിയും ഒന്നാകുന്ന അവസ്ഥ അത് നമുക്ക് എത്തണം. ആ അവസ്ഥയിൽ എത്തുക എന്നുള്ളതാണ് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതുകൊണ്ടുള്ള അർത്ഥം. അതാണ് ഈ നവദുർഗാ സങ്കല്പത്തിലും വരുന്നത്. കാളരാത്രി ഭാവത്തിൽ എത്തി, സ്കന്ദമാതാ ഭാവത്തിൽ എത്തിയിട്ട് സിദ്ധിരാത്രിയിൽ എത്തുമ്പോൾ മനസ്സ് ശുദ്ധമായിട്ട് നമ്മൾ ആ ദേവിയുടെ ചൈതന്യത്തോട് ചേരുക. ഇത് വല്ലോ നമ്മളിൽ നടക്കുന്നുണ്ടോ? ഒന്നും ആലോചിക്കുക. ഈ നവരാത്രി കാലഘട്ടത്തിൽ ഈ ശുദ്ധീകരണം, അന്തശുദ്ധീകരണം നടക്കുന്നുണ്ടോ? ശൈലപുത്രിയിൽ നിന്നുള്ള അടിസ്ഥാന ഉണർവ് മുതൽ സിദ്ധിരാത്രി വരെയുള്ള പരമാത്മജ്ഞാനത്തിലേക്ക് ഘട്ടം ഘട്ടമായി നമ്മുടെ മനസ്സിനെ വെളിവിട്ടതാക്കാൻ പറ്റുന്നുണ്ടോ? ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂജകളും പ്രാർത്ഥനകളും എല്ലാം നമ്മുടെ അന്തശുദ്ധീകരണത്തിനായിരിക്കണം. ശരീരശുദ്ധീകരണത്തിന് കുളിയും സാത്വികാഹാരവുമാണെങ്കിൽ മാനസിക ശുദ്ധീകരണത്തിന് ജപവും ധ്യാനവും പ്രാർത്ഥനയും സത്സംഗങ്ങളും എല്ലാം. ഈ സത്സംഗമൊക്കെ നിങ്ങളിൽ
ഇഷ്ടംപോലെ അപാരമായ മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരും. ഒരു സംശയം ഇനി അടുത്ത ജന്മത്തിലെങ്കിലും തെളിയും, ഒരു സംശയമില്ല അവിടെ. അപ്പൊ നമുക്ക് ദേവിയുടെ ഒരു 5 രഹസ്യ ഭാവങ്ങളും കൂടി പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് നിർത്താൻ പറ്റും തോന്നുന്നു. എന്നെ ഇങ്ങനെ ഒന്ന് സ്റ്റോപ്പ് ആക്കുന്നവരെ ഞാൻ പറയും, പക്ഷെ നിങ്ങളുടെ വിശപ്പും എനിക്കറിയാം. ഈ 5 കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ലളിതാസഹസ്രം നമുക്ക് വായിച്ചു എന്ന് പറയും, ഇവിടെ നാവും തളർന്ന് മനസ്സും തളർന്ന് എവിടെ ഇരിക്കും. എല്ലാം മനസ്സിലായോ? ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് 5 രഹസ്യഭാവങ്ങൾ ദേവിക്കുണ്ട്. ആദ്യത്തെ സ്ഥൂലഭാവം. ആ സ്ഥൂലഭാവം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പട്ട് സാരി കൊടുത്ത് പട്ടാമ്പരം ചുറ്റി ആഭരണങ്ങൾ അണിഞ്ഞ് ആയുധങ്ങളൊക്കെ ധരിച്ച ദേവി അല്ലാതെ വേറെ ഏതെങ്കിലും ദേവിയെ നമുക്ക് പരിചയമുണ്ടോ? ഇല്ല. അപ്പൊ സ്ഥൂല രൂപമാണ് ആദ്യത്തെ രൂപം. അത് പ്രാകൃത തലത്തിലുള്ളതാണ്. ഭാഗവതം പറഞ്ഞ പോലെ പ്രാകൃത ഭക്തി ആദ്യത്തെ, അല്ലെ? അതിൽ നിന്ന് സ്ത്രീകളിലേക്ക് മാറണ്ടേ, സ്ത്രീകളൊക്കെ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോ ഇവിടെ പറയുകയാണ് അത് സ്ഥൂല രൂപമാണ്. ആ സ്ഥൂല രൂപത്തിലാണ് നിവേദ്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്തില്ലേ, നിവേദ്യങ്ങള്, പൂജകള്, പ്രശ്നവിധികള്, കാര്യങ്ങള് ഒക്കെ വേണ്ടത് എവിടെയാ? നിങ്ങൾക്ക് ചെയ്തതിനേക്കാളൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായത് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് ആചാരാനുഷ്ഠാനങ്ങളും പൂജയും മന്ത്രങ്ങളൊക്കെ എന്തിനാ? ഉള്ളിൽ തെളിയിക്കാനല്ലേ ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് അവിടെ ബാഹ്യതലത്തിൽ മാത്രമാണ് നിവേദ്യങ്ങളും പൂജകളും ഉള്ളൂ. അടുത്ത സെക്ഷനിലേക്ക് ഉയരണ്ടേ നമുക്ക്? സൂക്ഷ്മം. അത് മാനസികമായ ജപം മാത്രമാണ്, മാനസിക ജപം. അവിടെയാണ് ഈ ദേവിയുടെ മന്ത്രഘടിതമായ രൂപം എന്ന് പറയും, ശ്രീവിദ്യാമന്ത്രം. അതൊക്കെ സൗന്ദര്യ ലഹരിയില് ശങ്കര ഭഗവത്പാദർ ചേർത്ത് വെച്ചിട്ടുണ്ട്. ശ്രീവിദ്യാമന്ത്രം ദേവിയുടെ ശരീരത്തെ 3 ശക്തി കൂടങ്ങളായി തിരിച്ച് വെച്ചുകൊണ്ട്, വാഗ്ഭവകൂടവും ശക്തികൂടവും ഒക്കെ ആയിട്ട് തിരിച്ചുകൊണ്ട് 3 കൂടങ്ങളായി വെച്ചുകൊണ്ട് പറയുന്നു. ആ മന്ത്രാക്ഷരങ്ങളിലൂടെ ദേവിയെ അറിയുന്ന സൂക്ഷ്മഭാവം, അതൊക്കെ ഒരു ആചാര്യന്റെ മുഖത്ത് നിന്നും മനസ്സും ശരീരവും ഒക്കെ ശുദ്ധമാക്കി ശ്രദ്ധയോടെ ഇരുന്ന് പഠിക്കേണ്ടതാണ്, ഗ്രഹിക്കേണ്ടതാണ് ശ്രീവിദ്യാമന്ത്രം പോലെയുള്ള മന്ത്രങ്ങളൊക്കെ. അത് അവിടെ സ്ഥൂല രൂപത്തിനപ്പുറം ദേവിയെ സൂക്ഷ്മ രൂപത്തിൽ ആരാധിക്കുന്ന സൂക്ഷ്മതയാണ്. അവിടെ ദേവി മനസ്സുകൊണ്ട് ധ്യാനിക്കേണ്ട രൂപം, ശബ്ദഭ്രമമായി സ്പന്ദനമായി ദേവി അനുഭവപ്പെടുന്നു. നമ്മളൊക്കെ വന്നതേ നമ്മുടെ ആദ്യത്തെ ഫോം എന്താണെന്നറിയോ? നമ്മളിപ്പോ ഈ ഇരിക്കുന്ന ശരീരത്തിന്റെ ആദ്യത്തെ ഫോം എന്താണെന്നറിയോ? ശബ്ദമാണ്. ബീജവും അണ്ടവും ചേർന്ന് ആ ബീജസങ്കലനം നടന്ന പുണ്യ നിമിഷത്തിൽ ആദ്യമുണ്ടായ ശബ്ദം ആ നാദമാണ് ഈ രൂപമായത്. 2 ചെവിയും അടച്ചിട്ട് നിങ്ങൾ കേട്ടു നോക്കൂ. നമ്മുടെ ഉള്ളിൽ ഈ ശബ്ദം, നമ്മുടെ ശരീരത്തിന്റെ ബേസിക് എനർജി, ഈ ചൈതന്യം ഇങ്ങനെ ഒരു അലയടിക്കുന്ന ശബ്ദം കേൾക്കാം. ഇനി ആ ശബ്ദം തന്നെ പ്രപഞ്ചത്തിലുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ബേസിക് എനർജി ശബ്ദമാണ്. അതുകൊണ്ടാണ് ശബ്ദം ബ്രഹ്മരൂപിണിയായിട്ട് അനുഭവപ്പെടുന്നു, സ്പന്ദനമായി അനുഭവപ്പെടുന്നു. നമ്മളിൽ നിരന്തര സ്പന്ദനമുണ്ട്. നിങ്ങൾ ഒന്നും ചലിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഉള്ളിൽ ഹൃദയത്തിൽ രക്തം സംക്രമണമുണ്ട്, ഹൃദയം ഇടിക്കുന്നുണ്ട്, സർവത്ര ചലിച്ചുകൊണ്ടിരിക്കുക ഉള്ളിൽ, അല്ലേ? കർമ്മമൊന്നും ചെയ്യുന്നില്ലെങ്കിലും ഉള്ളിൽ ചലനം നടക്കുന്നുണ്ട്, കർമ്മമുണ്ട്. അത് ദേവി സ്പന്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ് സർവത്ര. അപ്പൊ സ്പന്ദന രൂപത്തിൽ അറിയുന്ന സൂക്ഷ്മരൂപം. അടുത്തത് സൂക്ഷ്മതലം. അത് ധ്യാനത്തിലൂടെ മാത്രം അനുഭവപ്പെടുന്ന ജ്യോതിസ്വരൂപം, ധ്യാനത്തിലൂടെ കിട്ടും. അപ്പോൾ ബാഹ്യമായ തലത്തിൽ മാത്രമാണ് ഇപ്പൊ നമ്മൾ കണ്ട ആരാധന. സൂക്ഷ്മത്തിലേക്ക് വരുമ്പോൾ ഉള്ളിലേക്ക് മനസ്സിലേക്ക് പോകണം. സൂക്ഷ്മത്തിലേക്ക് വരുമ്പോൾ മനസ്സിന്റെ അപ്പുറം കടന്ന് ബുദ്ധിയുടെ തലത്തിലുള്ള ധ്യാനം. അവിടെ നമുക്ക് പ്രാണസ്പന്ദനമായി ദേവിയെ അനുഭവിക്കാൻ പറ്റും. ഇനി അതിനപ്പുറം സൂക്ഷ്മതലം, ബോധസ്വരൂപിണി, അറിവേ സ്വരൂപിണി, ഭക്തനും ഭഗവാനും ഒന്നായി മാറുന്നു. അവിടെ സർവവിധമായ ഒരു നാമരൂപവുമില്ല. ഭക്തനും ഭഗവാനും ഒന്നായി മാറുന്ന അനുഭവം. ആ അറിവേ സ്വരൂപമാണ് ഗുരു ശിവഗിരിയിലെ ശാരദയെ വെച്ചിട്ട് പറഞ്ഞ് അറിവിന്റെ ദേവത എന്ന് പറഞ്ഞ. അതുകൊണ്ടാണ് നമ്മളൊന്ന് കാണണം. ഈ ജന്മം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് അവിടെ നിന്ന് നിശബ്ദമായി നിന്നിട്ടൊന്ന് തൊഴുക. തെളിച്ച് നിങ്ങള് മൂകാംബികയ്ക്ക് ഒന്നും ഓടണ്ട. ഒരു പരബ്രഹ്മ സ്വരൂപനായ ഒരു പരമ ഋഷി എടുത്തു വെച്ച വിഗ്രഹത്തിന് ആ പരമ ചൈതന്യം തന്നെയാണ് അതിലേക്ക് വെച്ചത്. എന്നാണ് നമുക്കൊക്കെ ഇതൊക്കെ അറിയാൻ സാധിക്കാമെന്നും എനിക്കറിയില്ല.
ഏതായാലും അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളിൽ വല്ലാത്തൊരു സ്പാർക്കിങ് കാണും. ലളിതാംബികാന്തർജനം പറഞ്ഞ പോലെ തൻ്റെ ജീവചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലളിതാംബികാന്തർജനം ശാരദാ പ്രതീക്ഷ കുഞ്ഞുകാലത്തെ ഓടി ഓടി കുട്ടിക്കാലത്ത് കുഞ്ഞുകിളിയെ പച്ചക്കിളിയെയൊക്കെ പിടിച്ച് നടക്കുന്ന പ്രായത്തിലെ അന്തർജനം തൻ്റെ പിതാവുമൊത്ത് ശിവഗിരിയിൽ എത്തുമ്പോൾ വേദാന്ത ചർച്ചകളായിരിക്കാം ഗുരുവുമായിട്ട്. അന്തർജനത്തിന്റെ ഭർത്താവ് പിന്നെ അച്ഛൻ അന്ന് കുഞ്ഞു കുട്ടിയാ. അപ്പൊ തിരിച്ചു പോയപ്പോൾ ഗുരു ചോദിക്കുന്നുണ്ട്, പച്ചക്കിളിയെ കിട്ടിയോ? തിരിഞ്ഞിരുന്ന വർത്താനം. ഈ അന്തർജനം ഓടി കിടക്കുന്നത് ഒരു പച്ച തത്തയുടെ പുറകെ ഓടി കിടക്കുന്നത് ഒന്നും ഗുരു കണ്ടിട്ടില്ല. വെറുതെ ചോദിക്കും, കിട്ടിയോ? അപ്പൊ നാണമായി. കിട്ടിയില്ല, പറന്നുപോയി. അപ്പൊ ഗുരു പറഞ്ഞേ, കൂടെ പറക്കാമായിരുന്നില്ലേ? അതിനെനിക്ക് ചിറകില്ലല്ലോ. അപ്പൊ പറയേ, ചിറകുണ്ടാവണം, അതാണ് മിടുക്ക്. അതായത് നീ ഈ കാലത്തിന്റെ അന്തർജനം ലളിതാംബിക അന്തർജനം പറയാണ്. പിന്നീട് എന്നോട് പറഞ്ഞു, ശാരദയെ തൊഴു എന്ന് പറഞ്ഞിട്ട് കൽക്കണ്ടവും മുന്തിരിയും കൊടുത്തു. അറിവിന്റെ ദേവതയെ തൊഴു എന്ന് പറഞ്ഞിട്ട് കൽക്കണ്ടവും മുന്തിരിയും വായിൽ വെച്ച് കൊടുത്ത് എന്താ പറയേ, കാലഘട്ടത്തെയാകെ മാറ്റിമറിച്ച ആ കൈകൾ കൊണ്ട് എന്നെ തലോടി. എന്തൊരു ഭാഗ്യം അറിയ. പിന്നീട് ഞാൻ എത്രയോ കഥാപാത്രങ്ങളുടെ ചിറകുകളേറി എത്രയോ ഉയരം പറഞ്ഞിരിക്കുന്നു അല്ലെ. അങ്ങനെ ആ അറിവേ സ്വരൂപമായ ദേവതയാണ് ഒരു ശിവഗിരിയിൽ വെച്ചിരിക്കുന്നത്. ഈ സൂക്ഷ്മതലത്തിലേക്ക് വന്നിട്ട് സൂക്ഷ്മതമം ഇനി ഓർത്തോണം. ഓം ബ്രഹ്മാത്മൈക്യ സ്വരൂപിണ്യൈ നമഃ. ഇതാണ് ലളിതാ സഹസ്രനാമത്തിലൂടെ നമ്മൾ നേരിടുന്നത്. ബാക്കി ഒന്നുമല്ല. ചമ്പക പുഷ്പം തുടിയെന്നോ കദംബ വനവാസിനിയാണെന്നോ അതാണോ ഇതാണോ അതൊക്കെ ബാഹ്യം. എവിടെയൊക്കെ കടന്നു പറഞ്ഞേ, സ്ഥൂലത്തിലൂടെ സൂക്ഷ്മത്തിലെത്തി, സൂക്ഷ്മതലത്തിലെത്തി, സൂക്ഷ്മതലത്തിലെത്തി, ശുദ്ധ ബ്രഹ്മാത്മയ്ക്ക് സ്വരൂപിണിയില് എത്തി നിൽക്കുകയാണ്. ഇനി ഒരു 2 മിനിറ്റ് എടുത്തിട്ട് ഞാൻ നിർത്തിയേക്കാം. ഇതൊക്കെ ദേവിയെ പല ഭാവത്തിലും പല രൂപത്തിലും ആരാധിക്കുന്നുണ്ടെങ്കിലും ഒരേ ഒരു ദൈവശക്തിയെ തന്നെയാണ് പല ഭാവത്തിലും നമ്മൾ ആരാധിക്കുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതിനു മുമ്പ് ഈ കലിയുഗത്തിലേക്ക് അവതരിച്ച നാം കലിയുഗത്തിൽ ഏത് രീതിയിലാണ് ഈശ്വര ഭജനം ചെയ്യേണ്ടത് എന്ന് വ്യാസഭഗവാൻ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയേക്കാം. ഇവിടെ ആദ്യത്തെ യുഗമാണ് കൃതയുഗം, സത്യയുഗം. അവിടെ സത്യയുഗത്തിൽ ധ്യാനത്തിന് പ്രധാനം. ആ കാലഘട്ടത്തിലാണ് ഋഷീശ്വരന്മാർ വേദങ്ങൾ ഇവിടെ ഋഗ്വേദം എന്ന് പേരിട്ടൊരു കുഞ്ഞിനെ കണ്ടാണ്. പേരെന്താ വെച്ചാൽ ഋഗ്വേദം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ വേദം വന്നത് സത്യയുഗത്തിലാണ്. ഋഷീശ്വരന്മാരിൽ നിന്ന് ഉപനിഷത്തുക്കൾ വന്നത്. അവിടെ ഇതുപോലെ ദേവത ഉപാസനകളോ നാമജപങ്ങളോ അങ്ങനെയൊന്നുമല്ല, ധ്യാനം മാത്രം. അതിൽ നിന്നാണ് വേദങ്ങൾ വന്നത്. പിന്നെ വന്നു ത്രേതായുഗം. ആരുടെ കാലം? ഇതിഹാസങ്ങളുടെ കാലം. ശ്രീരാമചന്ദ്രന്റെ കാലം അല്ലെ, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കാലം. ശ്രീരാമചന്ദ്ര ഭഗവാൻ ഇതിഹാസമായ രാമായണത്തിൽ വാൽമീകി മഹർഷി രചിച്ച വാൽമീകി രാമായണം 28,000 ശ്ലോകങ്ങളുണ്ട്. വാൽമീകി രാമായണത്തിൽ എവിടെയും രാമൻ ഭഗവാനാണെന്ന് പറഞ്ഞിട്ടില്ല. ഓരോരുത്തരും ഓരോ ഗുരുക്കന്മാരായ ഈ ലോകത്ത് വന്നു. വ്യാസഋഷി വന്നു, ശ്രീരാമ ഗുരു വന്നു. ഇവിടെ ഒരു ഗുരു നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കും, ഒരു പുണ്യ ദിവസമൊക്കെ വരുമ്പോൾ ഒരു മാലയൊക്കെ ചാർത്തി ഭഗവാന്റെ മുന്നിലേക്ക് ആ പുഷ്പങ്ങളൊക്കെ ഒന്ന് അർപ്പിച്ച് ഗുരുപൂജയ്ക്ക് ശേഷമാകണം ഇവിടെ എന്ത് പൂജയും നടത്താൻ. കാരണം സകലവിധമായ ഈ പ്രപഞ്ചത്തിന്റെ സംബന്ധിച്ച സൃഷ്ടിസ്ഥിതി സംഹാരപരമായ സത്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ള, പരമസത്യന്റെ വെളിപ്പെടുത്തിയിട്ടുള്ള, കുതികൾ തന്നിട്ടുള്ള, സത്യരഹസ്യം പറഞ്ഞിട്ടുള്ള ഋഷീശ്വരന്മാരുടെ ഉള്ളിൽ നിന്ന് വന്ന വാക്കുകളെ നമ്മൾ മാനിക്കുകയും അവരെ അറിയുകയും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ശ്രീരാമൻ ഒരു ഗുരുവായിട്ട് വന്നേ. അതുകൊണ്ടാണല്ലോ കുറുക്കഞ്ചേരിയില് മഹേശ്വര പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് കുറുക്കഞ്ചേരിയിൽ നിന്ന് ആളുകൾ ആലുവ അദ്വൈതാശ്രമത്തിലേക്ക് ചെന്ന സമയത്ത് ഗുരു ചോദിക്കുന്നുണ്ട്, ഗുരു ഞങ്ങൾക്ക് ഇവിടെ വന്ന് വിഗ്രഹം പ്രതിഷ്ഠിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, എന്താണ് പ്രതിഷ്ഠിക്കേണ്ടത്? അപ്പൊ ശിവനെ പ്രതിഷ്ഠിക്കണം. അപ്പൊ ഗുരു ചോദിക്കുക, ഒരു വിളക്ക് പ്രതിഷ്ഠിച്ചാൽ പോലെ? അപ്പൊ അവര് പറയാം പോലെ ഗുരു, മഹാന്മാർ, അതായത് ദൈവങ്ങളുടെ ശിവനോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യനോ അതുപോലെയുള്ള പ്രതിഷ്ഠകൾ തന്നെ ഞങ്ങൾക്ക് വേണം, വിളക്കൊന്നും വെച്ചാൽ ആരും വരില്ല അവിടത്തിൽ. അപ്പൊ ഗുരു പറയാ, ആ വിളക്കിന് പിന്നെ മഹാന്മാരുടെ ചിത്രങ്ങൾ വെച്ചാൽ പോലെ?
സർവ്വ ഈശ്വരന്മാരെയും അറിഞ്ഞ ഒരു ഈശ്വരനാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കണേ, നമുക്ക് അറിവില്ല. അപ്പൊ ദൈവത്തെ അറിഞ്ഞ് ദൈവമായി മാറിയ ഗുരു പറയാ, ആ വിളക്കിന് പിന്നിൽ മഹാന്മാരുടെ ചിത്രം വെച്ചാൽ പോലെ ശ്രീരാമനും ശിവനും കൃഷ്ണനും ഒക്കെ ഒരു കാലത്തെ മഹാന്മാരായിരുന്നു. സത്പ്രവൃത്തി കൊണ്ടും ശരീരബലം കൊണ്ടും കായപ്രവൃത്തി കൊണ്ടും ആളുകൾ പ്രശംസിച്ച് ദൈവമാക്കി. നോക്കൂ, നമ്മൾ ഇതിഹാസം രാമായണം എടുത്തു നോക്കൂ. പിന്നീട് വന്ന 17-ാം നൂറ്റാണ്ടിൽ വന്ന എഴുത്തച്ഛനാണ് അധ്യാത്മരാമായണം എഴുതിയാണ് രാമനെ പരമാത്മ സ്വരൂപമാക്കി മാറ്റും. കാരണം എന്താ? ഭക്തി നഷ്ടപ്പെട്ട് ഇരുട്ടിലേക്ക് പോയപ്പോൾ അവിടെ സ്വരൂപത്തെ ദൈവമാക്കി. ഗുരുവിനെ നമ്മളിപ്പോ ദൈവമാക്കി ആരാധന മാത്രം തുടങ്ങി പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. ഈ ചങ്ങനാശ്ശേരി ഭാഗത്തൊക്കെ ഓടിയത് കുരുക്ഷേത്ര പ്രതിഷ്ഠാവാർഷികത്തിൽ. അവർക്ക് ഒരു ഗുരു വേണമില്ല. പ്രതിഷ്ഠാവാർഷികത്തിന് ഓടുന്നതൊക്കെ അതൊക്കെ ഞാൻ പറയുന്നു, ഗുരുവിനെ പഠിക്കൂ, പൂജിക്കാവുന്ന വിഗ്രഹം മാത്രമാക്കി മാറ്റല്ലേ, പഠിക്കൂ, അറിയൂ, എങ്കിൽ മാത്രമേ മനുഷ്യ ജീവിതത്തിന്റെ സാർത്ഥകതയിലേക്ക് നമുക്ക് ആകാൻ പറ്റൂ. അപ്പോൾ ത്രേതായുഗത്തിൽ വരുന്നത് ഏതാ? രാമായണം പോലെയുള്ള ഇതിഹാസ, രാമായണം മഹാഭാരതം 2 എപ്പിക്കാണ് നമുക്കുള്ളത്. രാമായണവും മഹാഭാരതവും. മഹാഭാരതത്തിന്റെ ഉള്ളിലാണ് ഏത് വരുന്നത്? ഭഗവത്ഗീത വരുന്നത്. ആ തത്വശാസ്ത്രപരമായ കൃതി രചിക്കുന്നത് ഒരു മഹായുദ്ധം നടക്കുന്ന യുദ്ധസമാനമായ സന്ദർഭത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെ ഞാൻ ഈ സമയത്ത് പ്രതികരിക്കണമെന്ന് നഷ്ടപ്രജ്ഞനായി ആയുധം വരെ താഴെ വീണ് നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ മനസ്സിനെ ഉദ്ധരിക്കുന്ന ഉപദേശങ്ങളാണ് ഭഗവത്ഗീത. നമ്മൾ എന്ത് ചെയ്യും? ഗുരുവായൂർ കൃഷ്ണനെ കൊണ്ട് വെച്ച് പാൽപ്പായസം വെച്ച് പൊന്നാട അണിയിച്ച് നമ്മൾ പോരും. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ ശരീരത്തിലുള്ളതല്ല, അറിവാണ്. ആര് കേൾക്കാം? പാൽപ്പായസം വെച്ച് പോരും. ഭഗവാൻ പറഞ്ഞു പഠിക്കില്ല, ശ്രീരാമചന്ദ്രൻ പറഞ്ഞു പഠിക്കില്ല. എല്ലാവരും പറഞ്ഞത് എന്താ? ഒരേ തത്വമുള്ളൂ. ഭൗതികമായ സുഖഭോഗങ്ങൾ നശ്വരമാണെന്നും അവനവനുള്ള ആത്മീയതയിലേക്ക് സഞ്ചരിക്കണമെന്നും അതിനുള്ള പ്രതീകങ്ങളാണ് വിഗ്രഹങ്ങളും ദൈവ സങ്കല്പങ്ങളും എന്നും നമുക്ക് പറഞ്ഞു. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന സകല പൂജകളും നമ്മുടെ ആത്മസമർപ്പണത്തിനും നമ്മുടെ ഉള്ളിലെ ആത്മീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാകണമെന്ന് സങ്കല്പം ചെയ്തുകൊണ്ട് വേണം നവീകരണ കലശത്തിലേക്ക് ഓരോരുത്തരും ഇവിടെ വരാൻ. ആ ഒരു വെളിച്ചം ഈ പ്രദേശത്തെ മുഴുവൻ പ്രജ്വലിപ്പിക്കണം. നമ്മുടെ കുടുംബങ്ങൾ സമ്പന്നമാകണം. ഇതൊരു മഹാക്ഷേത്രമായി മാറണം. അങ്ങനെ നിങ്ങൾ ആ മനസ്സുമായി ഈ ജഗദീശ്വരന്റെ മുമ്പിലേക്ക് ദൈവസങ്കല്പത്തിന്റെ മുന്നിൽ ചേരുമ്പോൾ നമ്മുടെ വീട്ടിലും നമ്മളിലുമൊക്കെ എത്ര വെളിച്ചമുണ്ടാവുന്നറിയും. ഈ ദുഃഖമല്ലേ വന്ന് ചോദിച്ചിട്ട് പോണേ. ശ്രീരാമചന്ദ്ര ഭഗവാൻ പറഞ്ഞ് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം. എന്തിനാ രാമലക്ഷ്മണ ഈ രാജ്യമൊക്കെ വെറുതെ നശിച്ചു പോകാനുള്ളതല്ലേ? നമ്മൾ ചെന്ന് നശിച്ചു പോകാനുള്ളതല്ലേ ചോദിക്കുന്നത്? ശാശ്വതമാണല്ലോ. എന്തിനു ചോദിക്കാനുണ്ടോ? ഒന്ന് തെളിയിക്കൂ നിങ്ങൾ ചോദിക്കാറുണ്ടോ? അതുപോലെ ഗുരു പറയണം, അങ്ങനെ അത് വെച്ചാ പോരെ എന്ന് ചോദിച്ച ഗുരു തന്റെ വിഗ്രഹ പ്രതിഷ്ഠയിൽ മഹാഗുരു വെച്ചത് സത്യം, ധർമ്മം, ദയ, ശാന്തി. എവിടെ വെച്ചെന്നറിയോ? എവിടെയാ വെച്ചത്? മുരിക്കുമ്പുഴ കാളകണ്ഠേശ്വരത്തെ വിഗ്രഹം വെച്ചിട്ടൊന്നും നന്നായില്ല. ഈ ചുംബനും നിശുംബനും ചണ്ടനും വണ്ടനൊക്കെ അവിടെ തന്നെ ഇരിക്കുക. പിന്നെയും ചോദിച്ചോണ്ട് പോയില്ല. കളവ് ചെയ്തിട്ട് കൊണ്ടേ ഇട്ടിട്ട് ഇനിയും കളവ് ചെയ്യാനുള്ള ആർജമായി ചോദിക്കണം. കൊണ്ടുവരുന്നവരൊക്കെ എന്തായിരിക്കും? ആയിരിക്കില്ലേ? ഇതാ ചോദിച്ചുകൊണ്ടിരിക്കണം. ഉദാഹരണം നമ്മുടെ പണം വേണം. പത്രം പുഷ്പം ഫലം തോയം ഭക്ത്യായ സമർപ്പയതി. പ്രിയതേ ആയിക്കൊള്ളട്ടെ, ഭഗവാനെ നീ ഞാൻ തന്നെയാണെന്ന് കരുതിക്കൊണ്ട് ആ നടക്കൽ വെച്ചാണല്ലോ നമ്മൾ കഴിയും. 100 കിലോ കൊണ്ടൊന്നും തുലാഭാരം തൂക്കണ്ട. ഭഗവാന്റെ സമ്പത്തെടുത്ത് ഭഗവാന് കൊണ്ട് കൊടുത്തിട്ട് ഭഗവാനോട് താന്ന് പറയാൻ നമ്മൾ മൂഢരായി മാറരുത്. മനസ്സിലാവുന്നുണ്ടോ? പറയണം, മനസ്സിലാവുന്നുണ്ടോ? കുചേലൻ എങ്ങനെയാ കുചേലന്റെ കയ്യിൽ നിന്ന് അവില് വാങ്ങിയത്? കുചേലന്റെ ഭക്തി അല്ലെ? ആ ഭഗവാനോടുള്ള ഭക്തിയാണ് അവിലായിട്ട് സ്വീകരിച്ചത്. അതുപോലെ ഞാൻ അങ്ങ് തന്നെയാണ് ഭഗവാനെ, നീ എന്താ പറയുക, എനിക്ക് ശ്രേയസ്സും പ്രേയസും തരണേ ഭഗവാനെ എന്ന് അർപ്പിക്കുമ്പോൾ ഞാൻ ആദ്യം എന്നിലെ അകത്തെ എന്താ ദേവന്മാര് ചെയ്യുന്നത്? എടുത്ത് അഗ്നിയിലേക്ക് ചാടിയില്ലേ? തന്റെ അഹന്തയെ അവിടെ സമർപ്പിച്ചേ. അതുപോലെ എന്റെ അഹന്തയെ അവിടെ സമർപ്പിക്കുമ്പോൾ മാത്രമേ ഈശ്വരൻ നമ്മളിൽ പ്രസാദിക്കുകയുള്ളൂ. അപ്പോൾ ത്രേതായുഗത്തിൽ വരുന്നത് യജ്ഞയാഗ ഹോമങ്ങൾക്ക് മാത്രം പ്രധാനം. അവിടെ ഈശ്വരനോ ക്ഷേത്രമോ അങ്ങനെയൊന്നുമില്ല. യജ്ഞങ്ങൾക്ക് യാഗങ്ങളുടെ കാലമാണ് രാമായണ കാലഘട്ടം. അതുകൊണ്ടാണ് പുത്രകാമേഷ്ടി യാഗം നടത്തിയപ്പോഴാണ് ഉണ്ടായത്. അത് തന്നെ യാഗമാണ്. പിന്നെ വിശ്വാമിത്രന്റെ യാഗ സംരക്ഷണയ്ക്ക് വേണ്ടിയിട്ടാണ് വിശ്വാമിത്രൻ ആരെ കൊണ്ടുപോകുന്നത്? രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോകുന്നത്. പിന്നെ കാട്ടിലെ യാഗം തടസ്സപ്പെടുത്തുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും വന്നിട്ടുള്ളത്.
യജ്ഞയാഗങ്ങളുടെ കാലം ത്രേതായുഗം. ദ്വാപരയുഗം നമ്മുടെ കലിയുഗത്തിന് തൊട്ട് മുമ്പുള്ള കാലം അർച്ചനത്തിന്റെ കാലം, ഭക്തിയുടെ കാലം. അവിടെ സമർപ്പിക്കണം, നമ്മളെ തന്നെ സമർപ്പിക്കലാണ് ഭക്തി. അടുത്തത് വരുന്നു കലവും നാമസങ്കീർത്തനം. പറ്റുമെങ്കിൽ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ കയ്യിൽ ഒരു പ്രാർത്ഥനാ മഞ്ജരി ഉണ്ടാകും. നിരന്നിവിടെ ഇരുന്നിട്ട് ഇവിടെ ഈ അന്തരീക്ഷത്തിലെ നെഗറ്റീവ് എനർജി മൊത്തം കളയുന്ന രീതിയിൽ ഇവിടെ ഇരുന്ന് നാമം ജപിക്കും. നമ്മുടെ മനസ്സും ശരിയാകും, ഈ പ്രദേശവും തെളിയും, ഈ ക്ഷേത്രത്തിനും ഉയർച്ച കിട്ടും. അല്ലാതെ ഇരുട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കരുത്. ഒരു പറഞ്ഞ പോലെ എന്താ പറയാ, നൃത്തത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപൊടു വളർത്തരുവാലുമല്ലേ, കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയോ ശംഭോ. എന്റെ ശരീരത്തെ ചേർത്ത് വെച്ചപ്പോഴേ ഭൂതവും ഭാവിയും വിദ്യാഭ്യാസവും വിവാഹവും എല്ലാം അവിടെ ചേർത്ത് വന്നിട്ടുണ്ട്. ആ കൽപ്പനയനുസരിച്ച് വരും എന്ന് നനച്ചിട്ട് എന്ത് കൊടുക്കുന്നു അത് അർപ്പണമായിട്ട് ചെയ്യാൻ. കൽപ്പിച്ച അന്ന് കൽപ്പിക്കും, ഞാൻ അനുസരിക്കും. നമ്മളെന്താ ചെയ്യണേ? ഞാൻ കൽപ്പിക്കും, നീ അനുസരിച്ചോണം, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരേയില്ല. അല്ലേ അമ്മച്ചി? അങ്ങനെയല്ലേ നമ്മൾ വഴക്കിടാറില്ലേ ഭഗവാനോട്? അങ്ങനെ ഉണ്ടല്ലേ? ഓരോരുത്തരുടെ കള്ളത്തരമൊക്കെ ഇതായിപ്പോൾ ഇങ്ങോട്ട് പുറത്തോട്ട് തന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു സമർപ്പണമാണ് ഭക്തി. ഈശ്വരൻ നമ്മളിലൂടെയാണ്. ഈ ഭോജനം ഉണ്ടാകണം, കൂടുതൽ കൂടുതൽ പഠിക്കണം, അറിയണം. അതിനിവിടുത്തെ ദേവതാ സങ്കല്പങ്ങൾ നിങ്ങളുടെ മനസ്സുകളിൽ ചൈതന്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച ഈ വേണുഗോപാൽ സാറിനോടും ഈ ക്ഷേത്ര ഭാരവാഹികളോടും എന്നെ ഇത്രയും നേരം ഭക്തിയോടെ കരുണയോടെ സേവിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ശക്തി സ്വരൂപനായ ഭഗവാന്റെ തിരുസന്നിധിയിൽ വീണ് വണങ്ങിക്കൊണ്ട് ഈ വാക്കുകൾ ഗുരുവിൽ സമർപ്പിക്കുന്നു. ഗുരുവോം തത്സത്.